الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال تعالى: يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. وقال تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അല്ലാഹു സുബ്ഹാനഹു വതആല അവനിഷ്ടപ്പെട്ട നല്ല ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ അമലുകളും കരുണയോടുകൂടി നമ്മളിൽ നിന്നും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അമലുകളുടെ പേരിൽ നമുക്ക് നിശ്ചയിച്ച പ്രതിഫലങ്ങളും അതിൻ്റെ പേരിൽ നമ്മളിലുണ്ടാകേണ്ട പ്രതിഫലനങ്ങളും അല്ലാഹു പരിപൂർണമായി നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനം നമ്മളെല്ലാവരെയും ഈമാനോടുകൂടി മരിപ്പിക്കുകയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ചലനങ്ങളും അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കനുസരിച്ചിട്ട് ആക്കി തീർക്കണമെന്നത് നിർബന്ധമായ നമ്മുടെ ബാധ്യതയാണ്. എങ്ങനെയാണോ അള്ളാഹു കൽപ്പിച്ചത് അതിനനുസൃതമായി നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. അതെങ്ങനെയാണ് സാധിക്കുക എന്നാലോചിക്കുമ്പോൾ എപ്രകാരമാണോ നമ്മളുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ച് കാണിച്ചു തന്നത് ആ ജീവിതത്തെ അനുകരിക്കാനും അനുധാവനം ചെയ്യാനും ഇത്തിബാ ചെയ്യാനും നമ്മൾ ശ്രമിക്കുക എന്നതാണ്. ഇദ്ലാ ദലീല അല ത്വരീഖി ഇലൽ ഇലാഹ് ഇല്ലാ മുതാബഅത്തുർ റസൂലിൽ മുക്മല ഫി ഹാലിഹി വഫആലിഹി വമഖാലിഹി വതതബ്ബഅന്ന വതാബിഅൻ ലാ തഅദില. നമുക്കൊരു വ്യക്തമായ ലക്ഷ്യമുണ്ട്. അത് അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും നേടിയെടുക്കലാണ്. ആ ലക്ഷ്യത്തിലേക്ക് നടക്കാനുള്ള വ്യക്തമായ ഒരു മാർഗമുണ്ട്. ആ മാർഗം വേറെ ഒന്നുമല്ല, നമ്മളുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇത്തിബാ ആണ്, തങ്ങളെ അനുകരിക്കലാണ്. അതേത് കാര്യങ്ങളിലൊക്കെയാണ് അനുകരിക്കേണ്ടത്? ഫി ഹാലിഹി വഫആലിഹി വമഖാലിഹി, എല്ലാ കാര്യങ്ങളിലും അനുകരിക്കണം, എല്ലാ കാര്യങ്ങളിലും ഇത്തിബാ വേണം. നമുക്കിഷ്ടപ്പെട്ട എന്തെങ്കിലും ചില കാര്യങ്ങളിൽ മാത്രം ഇത്തിബാ, ബാക്കിയൊക്കെ നമ്മളുടെ ഇച്ഛയ്ക്കനുസരിച്ചിട്ട് സ്വന്തം താല്പര്യത്തിനനുസരിച്ചിട്ട് നാട്ടുനടപ്പനുസരിച്ചിട്ട് അത് പറ്റൂല. എപ്രകാരം നമ്മൾ നമ്മളുടെ നമസ്കാരത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്തിബാ ചെയ്യുന്നു, നോമ്പിലും സക്കാത്തിലും ഹജ്ജിലുമൊക്കെ ഇത്തിബാ ചെയ്യുന്നു, അതുപോലെ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മളുടെ കച്ചവടത്തിലും കൊടുക്കൽ വാങ്ങലുകളിലും ഇടപാടുകളിലും പരസ്പരമുള്ള ബന്ധത്തിലും കുടുംബജീവിതത്തിലും എല്ലായിടങ്ങളിലും പൂർണ്ണമായി നമ്മൾ ഇത്തിബാ ചെയ്യണം.
ചിലപ്പോൾ നമ്മൾ ഈ പറയുന്ന ഇബാദത്തുകളിൽ കൃത്യത പാലിക്കുകയും സൂക്ഷ്മത പുലർത്തുകയും ബാക്കിയുള്ള കാര്യങ്ങളിൽ അശ്രദ്ധ കാട്ടുകയും ചെയ്താൽ നമ്മുടെ അമലുകളൊന്നും സ്വീകരിക്കപ്പെടാതെയാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് നൽകിയ മുന്നറിയിപ്പ് വായിക്കാൻ ശ്രമിക്കുമ്പോൾ നാളെ മഹ്ശറയിൽ, നാളെ പരലോകത്ത് ചില ആളുകൾ തിഹാമ പർവ്വതത്തിന് സമാനമായ നിലയിൽ അമലുകളുമായി വരുന്നതാണ്. തിഹാമ പർവ്വതം ഒരു പർവ്വത സമാനമായ നിലയിൽ സൽക്കർമ്മങ്ങളുടെ പ്രതിഫലത്തിൻ്റെ പാണ്ടക്കെട്ടും പേറിക്കൊണ്ട് ഒരു മനുഷ്യൻ നാളെ പരലോകത്ത് പടച്ചവൻ്റെ സന്നിധിയിൽ ഹാജരാക്കപ്പെടുകയും അവൻ്റെ ഈ സൽക്കർമ്മങ്ങളെല്ലാം വേറെ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ വീതിച്ചു കൊടുക്കാൻ നിർബന്ധിതനായിട്ട്, വേറെ ആർക്കെങ്കിലുമൊക്കെ പങ്കുവെച്ചു കൊടുക്കാൻ നിർബന്ധിതനായിട്ട് അവൻ ഒടുവിൽ നരകത്തിൽ പോകേണ്ടി വരികയും ചെയ്യുമെന്ന് ഒരു ചില ഭാഗ്യദോഷികളെ കുറിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഓരോ ഫയലുകളാണല്ലോ തുറക്കുക, ഓരോ ഫയലുകൾ തുറക്കും. അതിൽ നിസ്കാരം ശരിയാണ്, നോമ്പ് ശരിയാണ്, സക്കാത്ത് ശരിയാണ്, ഹജ്ജ് ശരിയാണ്. പക്ഷെ അതൊക്കെ ശരിയായാൽ പിന്നെ മുആമലാത്തും മുആശറാത്തും ഒക്കെ ശരിയാകണം. എല്ലാ അമലുകളുടെ ഏടുകളും ശരിയായാലും നമ്മളുടെ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും പരസ്പരമുള്ള ബന്ധത്തിലും കൊടുക്കൽ വാങ്ങലുകളിലും കച്ചവടാദി ക്രയവിക്രയങ്ങളിലുമൊക്കെ പടച്ചവൻ്റെ ഭാഗത്തുനിന്നുള്ള ചോദ്യങ്ങളുണ്ടാകും. ആ ചോദ്യം ചെയ്യലിൽ നമുക്ക് പാളിപ്പോയാൽ, പതറിപ്പോയാൽ വലിയ പരാജയമാണ്. ഖദ് ശതമനി ഹാദ വഖദ് ളറബനി ഹാദ ഹദീസുൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എല്ലാം റെഡിയായിട്ട്, അങ്ങനെയാണല്ലോ, പരിശോധനയൊക്കെ കഴിഞ്ഞു, പാസ് മാർക്ക് കിട്ടി, നമുക്ക് പ്രവേശനാനുമതി നൽകി, അങ്ങനത്തെ ഒരു അംഗീകാരത്തിൻ്റെ കയറാനുള്ള പാസ് കയ്യിൽ കിട്ടിയിട്ട് പോകുമ്പോഴാണ് പിന്നിൽ നിന്നും ചില ആളുകൾ വന്നിട്ട് പറയുക, ഖദ് ശതമനി ഹാദ വഖദ് ളറബനി ഹാദ. പടച്ചോനെ, അവനങ്ങനെ വിട്ടാൽ പറ്റുമോ? ഓൻ എന്നെ കുറേ കളിയാക്കിയിട്ടുണ്ട്, ഓൻ എന്നെ കുറേ ചീത്ത വിളിച്ചിട്ടുണ്ട്, അവൻ എന്നെ അകാരണമായി അടിച്ച് പരിക്കേൽപ്പിച്ചിട്ടുണ്ട്, അനാവശ്യമായി ആളുകളുടെ മുമ്പിൽ അവൻ എന്നെ അപഹസിച്ചിട്ടുണ്ട്. ഓഹോ, അങ്ങനെയാ, എന്നാൽ പിന്നെ സ്വർഗത്തിൽ പോകുന്നത് അവിടെ നിൽക്കട്ടെ, ഇവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ ആദ്യം പരിഹരിക്കൂ എന്ന് പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് നിലനിർത്താൻ കഴിയേണ്ട ചില പ്രത്യേക വിശേഷണങ്ങളുണ്ട്. അത് നമ്മളുടെ ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയിട്ട് പോയ വലിയ സമ്മാനമാണ്. എൻ്റെ ഉമ്മത്തിനെക്കുറിച്ച് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഇപ്രകാരം അരുൾ ചെയ്തു, എൻ്റെ സമുദായത്തെക്കുറിച്ചിട്ട് എനിക്കൊരു വലിയ പ്രതീക്ഷയുണ്ട്. ഹദീസാണ്. എൻ്റെ സമുദായത്തെക്കുറിച്ചിട്ട് എനിക്കൊരു വലിയ പ്രതീക്ഷയുണ്ട്. എന്താ പ്രതീക്ഷ? എൻ്റെ സമുദായം ഒരിക്കലും കളവ് പറയൂല, എൻ്റെ സമുദായം ഒരിക്കലും വഞ്ചന നടത്തൂല. ആ ഹദീസ് കേൾക്കുമ്പോൾ നമുക്കിപ്പോഴും ഒരു രോമാഞ്ചം വരും. ഉള്ളിൽ നിന്നും നമ്മുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തെന്നില്ലാത്ത ഒരു മുഹബ്ബത്ത് വരുന്നു, സ്നേഹം വരുന്നു, അടുപ്പം വരുന്നു. സ്നേഹനിധിയായ, വാത്സല്യനിധിയായ ഗുരുവന്ദ്യർ അവിടുത്തെ അനുയായികളെ കുറിച്ചിട്ട് വലിയൊരു പ്രതീക്ഷ സമർപ്പിക്കുകയാണ്. എൻ്റെ സമുദായത്തെക്കുറിച്ചിട്ട് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഞാൻ നന്നായി പ്രതീക്ഷിക്കുന്നു, ഒരിക്കലും എൻ്റെ സമുദായം കളവ് പറയൂല, എൻ്റെ സമുദായം ഒരിക്കലും വഞ്ചന നടത്തൂല, എൻ്റെ സമുദായം അളവ് തൂക്കത്തിൽ ക്രമക്കേടുകൾ കാണിക്കൂല. എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ആരെങ്കിലും നേരത്തെ പറഞ്ഞ നിസ്കാരമുണ്ട്, തൊപ്പിയുണ്ട്, താടിയുണ്ട്, നീളക്കുപ്പായമുണ്ട്, തസ്ബീഹ് മാലയുണ്ട്, ബാക്കി എല്ലാ ബാഹ്യമായ രൂപഭാവ കോലങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷേ സത്യസന്ധതയില്ലെങ്കിൽ, കൊടുക്കൽ വാങ്ങലുകളിൽ ശ്രദ്ധയും സൂക്ഷ്മതയും ഇല്ലെങ്കിൽ, ഇടപാടുകളിൽ കൃത്യതയില്ലെങ്കിൽ, വാക്ക് പറഞ്ഞാൽ പാലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നിന്നെ വിശ്വസിച്ചിട്ട് ആർക്കും നിന്നോട് ഇടപാട് നടത്താൻ കഴിയാത്ത ഒരു ഇമേജാണ് നിന്നെക്കുറിച്ചിട്ട് സമൂഹത്തിൽ ഉള്ളതെങ്കിൽ പിന്നെ നീ എന്നിൽപ്പെട്ടവനേ അല്ല എന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഒരിക്കലൊരു സഹാബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മുഅ്മിനന് വ്യഭിചരിക്കാൻ കഴിയുമോ? ഒരു മുഅ്മിന് വ്യഭിചരിക്കാൻ കഴിയുമോ? വ്യഭിചരിക്കാൻ കഴിയുമെന്ന് വെച്ചാൽ വ്യഭിചരിക്കണം എന്നോ അല്ലെങ്കിൽ വ്യഭിചരിച്ചോളൂ എന്നുള്ള അർത്ഥത്തിലല്ല. ഒരു മുഅ്മിനാണ്, ഒരു മുസ്ലിമാണ്, അവൻ്റെ ദുർബല നിമിഷത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ വ്യഭിചരിക്കാൻ സാധ്യതയുണ്ടോ? പറ്റുമോ?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റും, മനുഷ്യനല്ലേ, മൂമിനാണ്, ശരി തന്നെ, മനുഷ്യനാണല്ലോ, മനുഷ്യനായതുകൊണ്ട് അതിനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. ഒരു മൂമിനിന് കളവ് നടത്താൻ പറ്റുമോ, മോഷ്ടിക്കാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അതും പറ്റും, മനുഷ്യനാണല്ലോ. മനുഷ്യൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണം വിട്ടുപോകുമ്പോൾ ചിലപ്പോൾ ചില സംഗതികൾ അവൻ കട്ടെടുക്കാൻ സാധ്യതയുണ്ട്, മോഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളും ചോദിച്ചു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യ സഹജമായ ദൗർബല്യത്തിൻ്റെ പേരിൽ സാധാരണ ആളുകൾക്ക് സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങൾ ഒരു മൂമിനിൽ സംഭവിക്കുമോ നബിയെ, സംഭവിക്കാൻ ഇടയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞു. ആ ചോദ്യകർത്താവ് ചോദിച്ചു, ഒരു മൂമിനിന് കളവ് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഒരു മൂമിന് കളവ് പറയാൻ പറ്റുമോ? ഒറ്റയടിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരിക്കലുമില്ല. ഈമാനും കളവും ഒന്നിച്ച് ചേരുകയേ ചെയ്യില്ല. നമ്മളൊക്കെ ശരിക്കും കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട സംഗതിയാണ്. അള്ളാഹു നമുക്കൊക്കെ അമൽ ചെയ്യാൻ തൗഫീഖ് തരുമാറാകട്ടെ. തമാശയ്ക്ക് പോലും കളവ് പറയരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറഞ്ഞു. തമാശയ്ക്ക് പോലും നിങ്ങൾ കളവ് പറയരുത്, തമാശയ്ക്ക് പോലും കളവ് പറയരുത്. അത് എൻ്റെ ഉമ്മത്തികളുടെ ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റി ആകണം. തല പോയാലും ശരി, ഹക്കല്ലാത്തതൊന്നും ഞാൻ പറയില്ല. എന്തുകൊണ്ടാണ്? ഞാൻ ഉമ്മത്തെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആയതുകൊണ്ടാണ്. കളവ് പറയുക എന്ന് പറയുന്ന ഒരു സ്വഭാവം മുസ്ലിമീങ്ങൾക്ക് ഉണ്ടാകരുത്. പ്രിയപ്പെട്ടവർ, ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട കുറേ വിശേഷണങ്ങളുണ്ട്, സ്വഭാവ വൈശിഷ്ട്യങ്ങളുണ്ട്. വാക്ക് പറഞ്ഞാൽ പാലിക്കണം. വഔഫൂ ബിൽ അഹദ് യാ അയ്യുഹല്ലദീന ആമനൂ ഔഫൂ ബിൽ ഉഖൂദ് യാ അയ്യുഹല്ലദീന ആമനൂ ഔഫൂ ബിൽ ഉഖൂദ് ഉഹില്ലത് ലക്കും ബഹീമത്തുൽ അൻആമി ഇല്ലാ മാ യുത്ലാ അലൈക്കും ഗൈറ മുഹില്ലിസ് സയ്ദി വഅൻതും ഹുറും. യാ അയ്യുഹല്ലദീന ആമനൂ, ഹേ സത്യവിശ്വാസികളെ, ഔഫൂ ബിൽ ഉഖൂദ്, ഔഫൂ ബിൽ ഉഖൂദ്. ഞാൻ സാധാരണ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ പറയാറുണ്ട്, പരിശുദ്ധ ഖുർആനിൽ ആദ്യത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിഹയാണ്. അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തിക്കൊണ്ട് തുടങ്ങുന്ന ഖുർആനിൻ്റെ തുടക്കം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. രണ്ടാമത്തേത് സൂറത്തുൽ ബഖറയാണ്, അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ്. മൂന്നാമത്തേത് ആല ഇമ്രാനാണ്, അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം. പിന്നെ അടുത്തത് സൂറത്തുൻ നിസാ ആണ്, സൂറത്തുൻ നിസാ. ഇതിൽ പ്രിയപ്പെട്ടവരെ, ആദ്യം നമ്മളുടെ ഈമാൻ ശരിയാക്കണം, വിശ്വാസം ശരിയാക്കണം, നമ്മുടെ വിചാര വിശ്വാസങ്ങളൊക്കെ നന്നാക്കണം, പ്രവർത്തനങ്ങളൊക്കെ നന്നാക്കണം, അമലുകൾ നന്നാക്കണം. പിന്നെ നമ്മുടെ കുടുംബജീവിതം, ആല ഇമ്രാൻ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തെക്കുറിച്ചിട്ടാണ് അള്ളാഹു അതിൽ പ്രത്യേകമായി പരാമർശം. നമ്മുടെ കുടുംബജീവിതം നന്നാക്കണം. സൂറത്തുൻ നിസാ എന്ന് പറഞ്ഞാൽ പെണ്ണ് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം, സ്ത്രീ എന്നാണ് അർത്ഥം, വനിത എന്നാണ് അർത്ഥം. അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബജീവിതത്തിലും നമ്മുടെ പൊതുവായ ജീവിത രംഗങ്ങളിലുമൊക്കെ വരാൻ സാധ്യതയുള്ള കുറേ വിഷയങ്ങളെക്കുറിച്ചിട്ട് നമുക്ക് നിയമങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. ഇതിലൊക്കെ ഈ സൂറത്തുകളുടെ ഒക്കെ തുടക്കത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പൊതുവായ നിലയിലാണ് അതിൻ്റെ പ്രമേയങ്ങളെ സമർപ്പിക്കുന്നത്. സൂറത്തുൻ നിസാ വന്നപ്പോൾ യാ അയ്യുഹന്നാസ് എന്ന് വിളിച്ചു, ഹേ ജനങ്ങളെ, പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അടുത്ത വചനം വരുന്നത് എന്താണെന്നറിയോ? അടുത്ത അധ്യായം സൂറത്തുൽ മാഇദ എന്നാണ്. മാഇദ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തളിക എന്നാണ് അർത്ഥം. ഭക്ഷണത്തളിക അത് കുറച്ച് ആലോചിച്ചിട്ട് വേണം നമ്മൾ കഴിക്കുന്നത്, നമ്മുടെ മക്കൾക്ക് കഴിക്കാൻ കൊടുക്കുന്നത്, നമ്മുടെ കുടുംബത്തിന് നമ്മൾ അന്നം പകരുന്നത്, അതൊക്കെ നന്നായി ആലോചിച്ചിട്ട് വേണം ചെയ്യാമെന്നാണ്. അതിൽ ഒരു ക്രമക്കേടും വരരുത്, ഒരു കളങ്കവും വരരുത്, ആരാൻ്റെ ഒരു ഹക്കും അതിനകത്ത് വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഞാനുമേ കളിയാണ്, ജീവൻ മരണ പോരാട്ടമാണ്, ഇത് തമാശയും കളിയൊന്നുമല്ല. നമുക്ക് നിസ്സാരമാണെന്ന് തോന്നിയാലും വളരെ ഗൗരവതരമായ സംഗതിയാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിൻ്റെ ആ ശൈലി നമ്മൾ പരിശോധിച്ചാൽ ആദ്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അധ്യായത്തിലാണ് യാ അയ്യുഹല്ലദീന ആമനൂ, ഹേ സത്യവിശ്വാസികളെ എന്ന് വിളിക്കും. ഹേ സത്യവിശ്വാസി, എന്നിൽ വിശ്വസിച്ചവരെ. നേരത്തെ പറഞ്ഞില്ലേ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എൻ്റെ ഉമ്മത്തികളെക്കുറിച്ച് എനിക്കൊരു നല്ല പ്രതീക്ഷയും വിശ്വാസമുണ്ട്, അവർ കളവ് പറയില്ല, വഞ്ചിക്കുകയും ചെയ്യില്ല എന്ന് പറയുന്നത് പോലെ അള്ളാഹു തആല അതുവരെയും പൊതുവായി ജനങ്ങളുടെ മുമ്പിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുകയും അയ്യുഹന്നാസിനെ അഭിസംബോധന ചെയ്യുകയും ഒക്കെ ചെയ്തെങ്കിലും ഇവിടെ അള്ളാഹു തആല നമ്മളെ പ്രത്യേകം വിളിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഔഫൂ ബിൽ ഉഖൂദ്.
ഔഫൂ ബിൽ ഉഖൂദ്. പ്രിയപ്പെട്ടവരെ, ഇടപാടുകളിൽ കൃത്യത പുലർത്തുകയും സൂക്ഷ്മത പുലർത്തുകയും വാക്ക് പാലിക്കുകയും വഅദ ലംഘിക്കാതിരിക്കുകയും അമാനത്ത് കാത്തു സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത് നമ്മളുടെ ആഖിറം സലാമത്തായി കിട്ടാൻ വളരെ കാര്യഗൗരവത്തോടുകൂടി പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ ആഖിറം സലാമത്തായി കിട്ടണം, ആഖിബത്ത് നന്നായി കിട്ടണം, അവസാനം നമുക്ക് സ്വർഗത്തിൽ പോകണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് തരുമാറാകട്ടെ. ഇവിടെ താൽക്കാലികമായ നിലയിൽ നമ്മളുടെ മുമ്പിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഭൗതിക വിഭവങ്ങളുടെ ചെറിയ ലാഭത്തിന് വേണ്ടി പടച്ചവനെ പണയം വെച്ചാൽ, നമ്മുടെ ആദർശത്തെ പണയം വെച്ചാൽ, നമ്മുടെ അമാനത്തിനെയും സിദ്ഖിനെയും നമ്മൾ പണയം വെച്ചാൽ ചിലപ്പം നമുക്ക് അതിൻ്റെ ലാഭം കിട്ടിയെന്ന് വരും. ചിലപ്പോഴേ കിട്ടും, ചിലപ്പോഴേ കിട്ടും. പക്ഷേ പ്രിയപ്പെട്ടവരെ, കാലാകാലത്തെ നഷ്ടം വരും. ചിലപ്പോൾ നമുക്കിത് ലാഭമാണെന്ന് വിചാരിക്കുകയും വേറൊരുത്തൻ്റെ ഹക്കിനെ നമ്മളുടെ ബുദ്ധിവൈഭവം കൊണ്ട്, അങ്ങനെ പറയാൻ തന്നെ പാടില്ല, യഥാർത്ഥത്തിൽ അതൊന്നും ബുദ്ധിവൈഭവമൊന്നുമല്ല, പിന്നെ നമ്മളുടെ ബുദ്ധിവൈഭവം കൊണ്ട്, നമ്മുടെ കുരുട്ടു ബുദ്ധിയുടെ കടുപ്പം കൊണ്ട് ആരാൻ്റെ ഹക്കിനെ നമ്മൾ സ്വന്തമാക്കുകയോ അതിൽ നിന്നും ഒരു ചില്ലിക്കാശെങ്കിലും നമ്മളുടേതായ അനുഭവങ്ങളിലേക്ക് വരികയോ ചെയ്തു പോയാൽ അത് വലിയ അപകടം ചെയ്യും. അങ്ങ് ആഖിറത്തിൽ എത്തിയിട്ട് മാത്രമല്ല കേട്ടോ, ആഖിറത്തിൽ എത്തുന്നതിന് മുമ്പ് ചിലപ്പം ഭൂമിയിൽ വെച്ച് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആളുകളെ പരീക്ഷിച്ചു കളയും. ഇന്ന് 10 റുപ്യ നമുക്ക് ലാഭം കിട്ടിയാൽ നാളെ ആ ലാഭത്തിൻ്റെ പേരിൽ ചിലപ്പോൾ 10,000 രൂപയുടെ നഷ്ടവും കഷ്ടവും പടച്ചവൻ ഭൂമിയിൽ തരും. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതിൽ നമുക്ക് ഉറച്ച വിശ്വാസം ഉണ്ടാകണം. എൻ്റേതല്ലാത്തതൊന്നും, അതൊരു ഫിൽസ്, ഒരു പൈസ, ഒരു നയാ പൈസയാണെങ്കിലും എനിക്ക് അവകാശപ്പെടാത്തത്, സ്ഥലത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു ലിങ്ക്സ്, ഒരു സെൻറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, സംഗതി പറയുമ്പം വളരെ എളുപ്പമാണെങ്കിലും അത് പ്രാവർത്തികമാക്കാൻ വലിയ പ്രയാസമാണ്. മഹാന്മാരായ സഹാബാക്കളെ നമ്മൾ ഇന്നും ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും അവരുടെ നിസ്കാരത്തിൽ എപ്രകാരം ഭക്തന്മാരായിരുന്നോ, നോമ്പിൽ എത്രത്തോളം സൂക്ഷ്മതയുള്ളവരായിരുന്നോ, അതുപോലെ ഈ പറയുന്ന ഇടപാടുകളുടെ രംഗത്തും അവർ അങ്ങേയറ്റം സൂക്ഷ്മതയുള്ളവരായിരുന്നു. അവരുടെ സൂക്ഷ്മതയുടെ പേരിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആ ഒരു ഉയർന്ന അവസ്ഥ നൽകിയത്. അള്ളാഹുവിൻ്റെ പേരിൽ ഹലാലുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കണമെന്ന് ആഗ്രഹിച്ച ആ മഹാത്മാക്കളുടെ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് കൊടുത്തു, ഖൈറ് കൊടുത്തു, റാഹത്ത് കൊടുത്തു. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമുക്ക് നമ്മുടെ മലയാള ഭാഷയിൽ വാക്കുകളെ കൊണ്ട് വിശദീകരിക്കാൻ കഴിയാത്ത ഒരു വലിയ സംഗതിയാണ്, ഒരു വലിയ പ്രതിഭാസമാണ് എന്ന് പറയാം. തൽക്കാലം ഒരു വലിയ പ്രതിഭാസമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഈ ബർക്കത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ നോട്ടിൻ്റെ എണ്ണം വർദ്ധിച്ചു, നമുക്കൊക്കെ വർദ്ധിച്ചു. നമ്മുടെയൊക്കെ കയ്യിൽ പണത്തിൻ്റെ കിഴികൾ, കെട്ടുകൾ അധികമുണ്ട്. പണ്ടൊക്കെ നമ്മൾ ഒരു 5 റുപ്യ കിട്ടണമെങ്കിൽ എത്ര മെനക്കെടായിരുന്നു. ഒരു 5 റുപ്യ കിട്ടും, പൈസ അതിന്ന് എല്ലാവർക്കും ഇഷ്ടം പോലെ കിട്ടി. പക്ഷേ ആ പണം കൊണ്ട് നമുക്ക് പ്രിയപ്പെട്ടവരെ ഒരു സമാധാനത്തോട് ജീവിക്കാൻ കഴിയുന്നില്ല, ബർക്കത്തായിട്ട് ജീവിക്കാൻ കഴിയുന്നില്ല. ഒരു നോട്ട് കെട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് നമ്മൾ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങി ഒന്ന് കാറി കയറി ഇങ്ങനെ ഇരുന്ന് ദീർഘശ്വാസം വിടുമ്പോൾ പടച്ചവനെ കീശ കാലിയായി, പക്ഷെ കൈ കാണാൻ കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ. അങ്ങനെയല്ലേ? അത് ജീവിതത്തിൻ്റെ മുഴുവൻ രംഗങ്ങളിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന പണം ആരാൻ്റെ ഒക്കെ കൈയിട്ട് വാരി ഭയങ്കര ബുദ്ധിമാനായ നിലയിൽ ഞാൻ അങ്ങ് സമ്പാദിച്ചു എന്ന് തെറ്റിദ്ധരിച്ച് പണം ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് ഒരു തലവേദന വരുന്നു, ഒരു മൂത്രക്കടച്ചിൽ വരുന്നു, അല്ലേ, ഒരു നെഞ്ചുവേദന വരുന്നു, ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ പോകുന്നു. നമ്മൾ വാങ്ങിയതിനേക്കാൾ, പിടിച്ചെടുത്തതിനേക്കാൾ, കള്ളപ്പണത്തിലൂടെ ഉണ്ടാക്കിയതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടി അവന് ഹോസ്പിറ്റൽ ബില്ലായിട്ടും കൊടുക്കുന്നു. അല്ലെങ്കിൽ ഒരു വക്കീൽ നോട്ടീസ് വരുന്നു, തുറന്നു നോക്കുമ്പോൾ സംഗതി ഒന്നുമില്ല. ഞാൻ അതും കൊണ്ടൊരു വക്കീലിനെ സമീപിച്ചപ്പോൾ അയാൾ അതിൻ്റെ കെടുതികളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരാം. ഇതിവിടം കൊണ്ടൊന്നും തീരൂല, അങ്ങ് ഹൈക്കോടതിയിൽ കൊണ്ടുപോയി കൊടുക്കണം. ഹൈക്കോടതിയിൽ കൊടുക്കണമെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ഹാജരാവുന്നതിന് വക്കീലിന് 30,000 റുപ്യ ഫീസ് കൊടുക്കണമെന്ന് പറയാം. എന്തിനാ ഇത്? ഞാനിത് കുറ്റം ചെയ്തിട്ടാണ്, ഞാനിത് തെറ്റ് ചെയ്തിട്ടാണ്? പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറഞ്ഞു വരുന്നത് നമ്മളുടെ ജീവിതത്തിൽ നമുക്കിന്ന് അനുഭവിക്കാൻ കഴിയാതെ പോകുന്ന ഒരു വലിയ കാര്യമുണ്ട്. ബറക്കത്ത് എന്ന് പറയുന്ന സാധനം. അത് നമ്മുടെ കയ്യിലുള്ള പണത്തിൻ്റെ ആധിക്യത്തിലൂടെ ആസ്വദിക്കാൻ കഴിയുന്ന ഒന്നല്ല. പണം കുറവാണ്. ഇപ്പോൾ ഞാൻ തമാശയ്ക്ക് പറയാം. ഇന്നലെ നമ്മുടെ ഒരു സഹോദരനെ വിദേശത്ത് നിന്ന് വിളിച്ചു. അപ്പോൾ ആ സഹോദരനോട് ഞാൻ മുൻകൂർ ജാമ്യം എടുത്തതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. പൊന്നിൻ്റെ സക്കാത്ത് കൊടുക്കണം. അപ്പോൾ പൊന്ന് ഏകദേശം ഇത്രയെല്ലാം കണക്ക് കൂട്ടിയിട്ട്
കണക്ക് കൂട്ടിയിട്ട് കൊടുക്കാൻ നോക്കുമ്പം, അപ്പോൾ ഉസ്താദെ പൊന്നിൻ്റെ സക്കാത്ത് നമ്മൾ കൊടുക്കുമ്പം സ്റ്റിൽ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ കൊടുക്കണം അല്ലേ? ആണോ? ഇരിക്കുന്നവരല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, അതൊരു വലിയ വിഷയം തന്നെ അല്ലേ? സ്റ്റിൽ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് കൊടുക്കണം അല്ലേ? ഞാൻ എന്താ മറുപടി പറയേണ്ടത്? മുലിയാർ ഉസ്താദ് വണ്ടപ്പോൾ അച്ചാറ് കൂട്ടിയ കഥ പറഞ്ഞ പോലെ അങ്ങനെ കഥയിലേക്ക് ഒന്നും പോകുന്നില്ല, പോയാൽ സമയം ഉണ്ടാവില്ല. എന്താ ഉസ്താദ് മറുപടി? ഞാൻ പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു, നിനക്ക് മോളില്ലേ? ഉണ്ട്. ഭാര്യ ഉണ്ടോ? ഉണ്ട്. ഭാര്യൻ്റെ ഉപ്പയും ഉമ്മയും അല്ലേ ഇപ്പം എൻ്റെ ഒന്നിച്ചില്ലേ? ഉണ്ട്. അപ്പോൾ ഇയാൾ ചോദിച്ചത് എന്താ? പൊന്നിൻ്റെ സക്കാത്തിനെ കുറിച്ചിട്ടാണ്. പൊന്നിൻ്റെ സക്കാത്തിനെ കുറിച്ചിട്ടാണ്, അതിൻ്റെ വാല്യൂ എന്താണെന്ന് കണക്കാക്കുക. ഇതൊക്കെയാണല്ലോ അദ്ദേഹം ചോദിച്ചു. ഞാൻ തിരിച്ചു ചോദിക്കുന്നത് എന്താ? മോളില്ലേ? ഉണ്ട്. ഭാര്യയില്ലേ? ഉണ്ട്. ഭാര്യൻ്റെ ഉമ്മ ഉണ്ട്. ഭാര്യൻ്റെ ഉമ്മ ഇപ്പോൾ അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ നിൻ്റെ മോളെ കെട്ടിക്കുമ്പം നിൻ്റെ അമ്മായിൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് പൊന്ന് വാങ്ങിയ ബില്ലുണ്ടെങ്കിൽ അത് കാട്ടിയിട്ട് പ്യാപ്പിളയ്ക്ക് കെട്ടിച്ചു കൊടുക്കാൻ കഴിയുമോ? വല്ല മനസ്സിലാവുന്നുണ്ടോ? ഞാൻ വിചാരിച്ചു നിങ്ങൾ കാമ്പസാറുകാർ കച്ചവടക്കാരാണെന്ന് വിചാരിച്ചിട്ടാണ് കച്ചവടത്തിൻ്റെ സ്റ്റൈലിൽ ഇങ്ങനെ മസാല പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് എന്തോ ഒരു ഉണർവ് കാണാത്തത്? പറ്റുമോ? സ്റ്റിൽ വാല്യൂ, ഇപ്പോഴത്തെ വാല്യൂ കൊടുക്കണോ ഉസ്താദ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം, നിൻ്റെ മോളെ കെട്ടിക്കുമ്പം നിൻ്റെ ഭാര്യേനെ നിൻ്റെ അമ്മോച്ചൻ നിനക്ക് കെട്ടിച്ച് തരുമ്പോൾ വാങ്ങിയ പൊന്നിൻ്റെ ഏതെങ്കിലും ഒരു ബില്ല് കാണിച്ചിട്ട്, ഇതാ ഇത്രയാ പൊന്ന് ഞാൻ വാങ്ങിയത്, അതുകൊണ്ട് എൻ്റെ മോളെ എൻ്റെ പ്യാപ്പിളയ്ക്ക് ഈ പൊന്നിന് പകരമായി കെട്ടിച്ചു തരും എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അന്ന് പൊന്ന് വാങ്ങാൻ വേണ്ടി എത്രയാണോ കൊടുത്തത് അത് അന്നത്തെ കണക്കാണ്. ഇന്ന് പൊന്ന് വാങ്ങാൻ വേണ്ടി എത്രയാണോ കൊടുക്കുന്നത് അത് ഇന്നത്തെ കണക്കാണ്. ഇന്ന് നമ്മൾ സക്കാത്ത് കൊടുക്കുമ്പോഴും ഇന്നത്തെ കണക്കാണ്. അങ്ങനല്ലേ? എന്താ തലയാട്ടാനൊരു മടി? പലർക്കും കൊടുക്കേണ്ടി വരും എന്നുള്ള ഒപ്രാളം കൊണ്ടാണോ തലയാട്ടാനൊരു മടി? തലയാട്ടിയേ മതിയാവും, വേറെ മാർഗമൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളറിയാതെ പൊന്നിനിങ്ങനെ വില പൊന്തി പോകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അത് മാർക്കറ്റിൻ്റെ ഏറ്റക്കുറച്ചിലാണെന്നാണ് അല്ലേ? മാർക്കറ്റിൽ നടക്കുന്ന കള്ളക്കളികളുടെ കപടത്തിൻ്റെ ഒക്കെ അനന്തരഫലമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെയാണ് പൊതുവേ. പക്ഷെ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് വെറും മാർക്കറ്റിൻ്റെ, ഓഹരി വിപണിയുടെ ഏറ്റക്കുറച്ചിലുകളുടെ അതിൻ്റെ അനന്തരഫലം മാത്രമല്ല, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന വൃത്തികേടുകളുടെ അനന്തരഫലവും കൂടിയാണ്. ബറക്കത്ത് തരേണ്ടത് പടച്ചോനാണ്. മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നത് പടച്ചോനാണ്. നമ്മൾ വിചാരിക്കുന്ന മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്ന ആരാ? ഇവിടുത്തെ കുത്തക മുതലാളിമാരാണ് എന്നാണ്, ഇവിടുത്തെ ബൂർഷകളാണ്. അത് ശരിയാണ്. ഈ കുത്തക മുതലാളിമാരെയും ബൂർഷകളെയും ഈ തരത്തിൽ കണ്ണിച്ചോരയില്ലാതെ നമ്മളുടെ മേൽ അധികാരിയാക്കി ഏൽപ്പിക്കുന്ന ഒരു രക്ഷിതാവുണ്ട്. അത് മറന്നു പോകണ്ട. അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ. അതിൽ സംശയമൊന്നും വേണ്ട. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ അറിവിലും വീക്ഷണത്തിലും പഠനത്തിലുമൊക്കെ പലരും നിയന്ത്രിക്കുന്നു എന്നതാണ്. പലരും കപടവും കള്ളക്കളികളും ഒക്കെ നടത്തുന്നതിൻ്റെ ഫലമായിട്ടാണ് ചില സമയത്ത് ചിലതിന് കൂടുന്നു, ചില സമയത്ത് ചിലതിന് കുറയുന്നു. അധ്വാനിക്കുന്ന പാവങ്ങൾക്ക് അതിൻ്റേതായ വിയർപ്പിൻ്റെ വില ലഭിക്കാതെ പോകുന്നു. പാവങ്ങൾ എന്നും പാവങ്ങളാണ്, പണക്കാരെന്നും പണക്കാരാണ്. അത് ഭൂമിയിൽ ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്നവൻ ആരാണ് എന്ന വിഷയം മുസ്ലിം സമുദായം മറന്നു പോകരുത്. അള്ളാഹുവാണ്. നമുക്ക് നമ്മളുടെ തൊഴിലിൽ ബർക്കത്ത് തരേണ്ടവൻ അള്ളാഹുവാണ്. നമ്മുടെ കച്ചവടത്തിൽ ബർക്കത്ത് തരേണ്ടവൻ അള്ളാഹുവാണ്. നമ്മുടെ സമ്പത്തിൽ ബർക്കത്ത് തരേണ്ടവൻ അള്ളാഹുവാണ്. കുടുംബത്തിൽ ഐശ്വര്യം തരേണ്ടവൻ അള്ളാഹുവാണ്. പണത്തിൻ്റെ ആധിക്യം കൊണ്ടും വരുമാനത്തിൻ്റെ വർധനവ് കൊണ്ടും ഒരിക്കലും നമുക്ക് ഈ പറയുന്ന സമാധാനവും ആശ്വാസവും ഒന്നും കിട്ടുകയേ ചെയ്യില്ല. അത് നമ്മുടെ ഈമാനാക്കണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാക്കണം. സംശയമൊന്നും വേണ്ട. ഇനി നമ്മൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും സംഭവിക്കുന്ന അത് തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. അള്ളാഹു മനസ്സിലാക്കാൻ എനിക്ക് നിങ്ങൾക്കും തൗഫീഖ് തരുമാറാകട്ടെ. അഥവാ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ റബ്ബ് നമുക്ക് നൽകിയ റിസ്ക്കിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക. എന്തുറച്ചു നിൽക്കുക? ഹലാലല്ലാത്തതൊന്നും ഞാൻ സമ്പാദിക്കുകയേ ചെയ്യില്ല. അള്ളാഹുവിൻ്റെ ഹബീബായ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് അനുവദിച്ച കച്ചവട രീതിയിലല്ലാതെ ഞാൻ കച്ചവടം ചെയ്യുകയേ ചെയ്യില്ല. കൊടുക്കൽ വാങ്ങലുകളിൽ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയൊരു തിരിമറി കാട്ടിയാൽ അതിൻ്റെ പേരിൽ കിട്ടാൻ സാധ്യതയുള്ള കുഞ്ഞു ലാഭത്തെ, അല്ലെങ്കിൽ വലിയ ലാഭത്തെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. എനിക്കതിൻ്റെ ഒക്കെ അപ്പുറത്ത് എൻ്റെ റബ്ബിൻ്റെ ഭാഗത്തു നിന്നും അവൻ്റേതായ ഐശ്വര്യം കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചാൽ
ആദ്യം കുറച്ച് ദിവസം നമുക്ക് കഷ്ടപ്പാടുണ്ടാവും. അങ്ങനെയും കൂടെ പറഞ്ഞേക്കാം. ഇനി വിചാരിക്കണ്ട നിങ്ങളിപ്പോൾ അങ്ങ് നീയത്ത് വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇതുവരെ ചെയ്തെല്ലാം അങ്ങ് മാറ്റി വെച്ചിട്ട് അപ്പോൾ പിന്നെ അടുത്ത ദിവസം വരൂലേ, എന്തോ ഒരു ഗതികേടായത്. ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ തട്ടിയും മുട്ടിയൊക്കെ അത്യാവശ്യം അണ്ണാച്ചിയുടെ കീശയിൽ നിന്ന് ചില്ലറ പൈസ ബ്ലേഡിന് വാങ്ങിയിട്ടും EMI എടുത്തിട്ടും അങ്ങനെയും ഇങ്ങനെയും കബടങ്ങളൊക്കെ നടത്തി ഒപ്പിച്ചു പോകുമായിരുന്നു. ഒരു പ്രസംഗം കേട്ട് പടച്ചോനെ എൻ്റെ ജീവിതം മുഴുവൻ മുട്ടിയല്ലോ എന്ന് പറയാം. മുഴുവൻ മുട്ടിയല്ലോ. പണ്ടാരണ്ട് പറഞ്ഞ പോലെ ഒരാൾ ജീവിതം മുഴുവൻ മുഴുക്കുടിയനായിരുന്നു. മുഴുക്കുടിയനായി നടന്ന ഈ പാവം മനുഷ്യൻ, ആൾ സാധുവാണ്. അധികവും പാവങ്ങൾ സാധുക്കളായി കുടിയന്മാരൊക്കെ ആയി പോകുന്നത്. വിളവന്മാരൊക്കെ പലപ്പോഴും അതിലൊന്നും പെടാതെ ഇങ്ങനെ വലിയ ആളായിട്ട് നടക്കും, പക്ഷെ ഉള്ളു മോശമായിരിക്കും. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ. പാവം അവൻ മുഴുക്കുടിയനായിട്ട് നടന്നു. അവൻ്റെ അരികിൽ ഒരാൾ ചെന്ന് അവൻ്റെ തോളിൽ കൈവച്ച് അവനെ സമാധാനിപ്പിച്ച് മെല്ലെ മെല്ലെ സ്നേഹിച്ച്, അങ്ങനെ നമ്മളൊന്ന് പോയി ഒന്ന് കൈവച്ച് നോക്കിയ പ്രിയപ്പെട്ടവരെ, എത്രയോ സാധുക്കൾ നമ്മൾ അങ്ങനെ ഒന്ന് അരികിൽ ചെല്ലാൻ കാത്തു നിൽക്കുന്നവരുണ്ട്. നമ്മളൊന്ന് കെട്ടിപ്പിടിച്ചാൽ നമ്മളോടൊപ്പം വരാൻ കാത്തു നിൽക്കുന്നവരുണ്ട്. നമ്മളൊന്ന് പരിഗണിച്ച് നമ്മുടെ കാറി കയറ്റിയിരുത്തിയാൽ അതേപോലെ പിന്നെ ഞാൻ അവനെ ക്ഷണിക്കുമ്പോൾ എന്നോടൊപ്പം അവൻ വന്ന് മുസല്ലയിൽ സഫിൽ നിൽക്കാനും സാധ്യതയുണ്ട്. അനുഭവമുണ്ട്, ഒരുപാട് അനുഭവങ്ങളുണ്ട്. പക്ഷെ നമ്മളിപ്പോഴും നമ്മളുടെ അഹങ്കാരവും ഗർവവും ഒക്കെ ആയിട്ട് നമ്മൾ ഒതുവെടുത്ത് തൊപ്പിയിട്ട് പാൻറ്റും സൂട്ടും ഒക്കെ ഇട്ട് പള്ളിയിലേക്ക് ഇങ്ങനെ ഒതുവുള്ള മൂമിനാണ് നമ്മൾ ഒതുവുള്ള മൂമിനാ. ബാക്കിയോ അവർ മ്ലേച്ഛന്മാരാണ്, അഴുക്കൽ കിടക്കുകയാണ്, മോശക്കാരാണ്, തള്ളിക്കളയുക. അങ്ങനെ വേണ്ട പ്രിയപ്പെട്ടവരെ. നമ്മളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ പലരും അവരുടെ ജീവിതത്തിൻ്റെ തെറ്റായ സാഹചര്യത്തിൽ അതിൻ്റെ സമ്മർദ്ദത്തിൽപ്പെട്ട് അഴുക്കുചാലിൽ കിടക്കുമ്പോൾ അവരുടെ അരികിൽ ചെന്ന് കയ്യോ കാലോ ഒക്കെ പിടിച്ച് ഇടയ്ക്കിടയ്ക്ക് അവനെ ഒന്ന് പൊക്കിക്കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ഒരുപാട് ആളുകൾ രക്ഷപ്പെടും. അള്ളാഹു അത് മനസ്സിലാക്കി അമലിൽ കൊണ്ടുവരാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അങ്ങനെ ഈ പാവം മനുഷ്യനെ ഏകദേശം പോയി കണ്ട് പിടിച്ച് കയ്യോ കാലോ ഒക്കെ പിടിച്ച് സ്നേഹിച്ച് വലിച്ച് പള്ളിയിലേക്ക് കൊണ്ടുവന്നു. ആദ്യമായിട്ട് അയാൾ റമദാനിൻ്റെ ഒരു ജുമാ നമസ്കാരത്തിന് കാമ്പസാറ് പള്ളിയിൽ നിസ്കരിക്കാൻ വന്നു. ഭയങ്കര ജനം. ആദ്യമായിട്ട് വരികയാണ്. കുറേ കാലങ്ങൾക്ക് ശേഷം പള്ളി കാണുകയാണ്. വമ്പിച്ച ജനം. അയാൾ പള്ളിയിൽ വന്നു. കുറേ കാലത്തെ പരിചയക്കുറവ് കൊണ്ട് ഒരു അപരിചിതനെ പോലെ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന ഒരു വിധത്തിൽ നിസ്കാരവും നിലയെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് നോക്കും. അയാളുടെ ചെരുപ്പ് കാണുന്നില്ല. അയാൾ കുറേ അവിടെ ഇവിടെ എല്ലാം പരതിയിട്ടും ചെരുപ്പ് കാണുന്നേയില്ല. വല്ലാണ്ട് ബേജാറായി. ഇയാൾ സ്വന്തമായിട്ട് ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുക, പടച്ചവനെ ഇന്നലെ വരെ ഞാൻ ഷാപ്പിൽ കയറി ബാറിൽ കയറി രാത്രി മുഴുവൻ കുടിച്ച് പൂസായി. സൈക്കിളിലാണ് കുടിക്കാൻ പോയത്. 2 കാലിലും ചെരുപ്പുണ്ടായിരുന്നു, തുണിയുണ്ടായിരുന്നു. കുടിച്ച് പൂസായതിൻ്റെ പേരിൽ തിരിച്ചു വരുമ്പം സൈക്കിളിൽ നിന്ന് വീണുപോയി. സൈക്കിൾ അങ്ങോട്ട് സൈഡിലേക്ക് പോയി. ഒരു ചെരുപ്പ് അങ്ങ് തെറിച്ചു പോയി, ഒരു ചെരുപ്പ് ഇങ്ങ് തെറിച്ചു പോയി, തുണി ഊരിപ്പോയി. ഒന്നുമില്ല. ഒരു സ്ഥലത്ത് ഞാൻ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. ഉറക്കമെല്ലാം കഴിഞ്ഞിട്ട് പാതിരാക്കോ അല്ലെങ്കിൽ വെളുപ്പിന് എഴുന്നേറ്റ് നോക്കുമ്പോൾ ചെരുപ്പില്ല, കൊടുത്ത തുണിയില്ല, സൈക്കിളില്ല. പക്ഷേ അവിടെ എല്ലാം ഞാൻ ഇപ്പോൾ പരതി നോക്കിയപ്പോൾ ചെരുപ്പും കിട്ടി, സൈക്കിളും കിട്ടി, തുണിയും കിട്ടി. അൽഹംദുലില്ലാഹ്. മുഴുക്കുടിയനായിരുന്നപ്പോൾ ഇതെല്ലാം കിട്ടി. ഇപ്പം വേണ്ടാത്ത പണിക്ക് പോയി പള്ളി കയറി നിസ്കാരം കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോൾ ചെരുപ്പുമില്ല, ഒന്നുമില്ല. അപ്പോൾ ഇതിൽ നല്ലത് മറ്റേത് തന്നെയാണ് എന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഒറ്റയടിക്ക് നമ്മൾ ഈ പറയുന്ന നീയത്തനുസരിച്ചിട്ട് അങ്ങ് നന്നായാൽ ഉടനെ പടച്ചവൻ നമുക്കിങ്ങ് പ്രൈസ് തരാം എന്നാരും പ്രതീക്ഷിക്കരുത്. കുറച്ചു കാലം കഷ്ടപ്പെടണം, കുറച്ചു കാലം മെനക്കെടണം, കുറച്ചു കാലം ചിലപ്പോൾ ത്യാഗം ചെയ്യണം. മക്കയിൽ ഇതുപോലെ ഒരു റമദാൻ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഇതുപോലെ ഒരു റമദാനിൻ്റെ ആദ്യത്തെ ചില ദിവസങ്ങളൊക്കെ കഴിഞ്ഞു. ആളുകളൊക്കെ റമദാനിൻ്റെ ആവേശത്തിലാണ്. റമദാനിൻ്റെ ആവേശം എന്ന് പറഞ്ഞാൽ അത്താഴത്തിനൊരാവേശമുണ്ട്, നോമ്പ് തുറക്കുമ്പോഴൊരു ആവേശമുണ്ട്, അതിൻ്റെ ഇടയിൽ അമലുകളിലൊരു ആവേശമുണ്ട്. എല്ലാവരും ആവേശത്തിലാണ്. ആവേശത്തിൻ്റെ തിരതല്ലലിൽ റമദാനിൻ്റെ സുന്ദരമായ ദിനരാത്രങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ് കടക്കുമ്പോൾ ഏകദേശം സുബഹിയുടെ ബാങ്ക് കൊടുക്കാനാകുമ്പോൾ എല്ലാവരും എന്താ ചെയ്യുക? പെട്ടെന്ന് ഹറമിലേക്ക് യാത്രയാവുക. തിരക്കാക്കിയിട്ട് എല്ലാവരും ഹറമിലേക്ക് പോവുക. എല്ലാവരും ഹറമിലേക്ക് പോകാൻ തിരക്ക് കൂട്ടുമ്പോൾ ഒരു കുടിലിൻ്റെ ഉള്ളിൽ അബൂ സുലൈഖ എന്ന് പറയുന്ന ഒരു വൃദ്ധനായ മനുഷ്യൻ മാത്രം ഒരാവേശമില്ലാതെ ഇങ്ങനെ തലയ്ക്കും കൈയും കൊടുത്തും ഇങ്ങനെ ഇരിക്കുകയാണ്. അദ്ദേഹം അബൂ സുലൈഖ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. എല്ലാവരും പള്ളിയിൽ പോയില്ലേ? നോമ്പിൻ്റെ ആവേശമല്ലേ? എന്താ നിങ്ങൾ പോകാത്തത്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് പോകാൻ കഴിയാത്തത്? ആ പാവം ദിവസങ്ങളോളമായി മുഴുപട്ടിണിയിലാണ്, കുടുംബം പട്ടിണിയിലാണ്.
ഒരു തൊഴിലും വേലയും ജോലിയും അന്വേഷിച്ച് നടന്നിട്ടും എവിടുന്നും ഒന്നും കിട്ടിയില്ല. അങ്ങനത്തെ വല്ലാത്ത ബേജാറിൽ ആ പാവം വിഷമിച്ചിരിക്കുകയാണ്. എത്രത്തോളം? അത്താഴം കഴിക്കാതെ നോമ്പ് തുറക്കാതെ ഇത്രയും ദിവസം കഴിച്ചു കൂട്ടിയതിൻ്റെ പേരിൽ ബാങ്ക് കേട്ടപ്പോൾ ഇവിടുന്ന് ഇറങ്ങി ഒന്ന് പള്ളിയിലേക്ക് പോകാൻ പോലുമുള്ള ആരോഗ്യമില്ലാതെ, ആവേശമില്ലാതെ ആ മനുഷ്യൻ ഒറ്റയ്ക്ക് വീട്ടിൻ്റെ ഉള്ളിൽ കൂടുക. അദ്ദേഹത്തിൻ്റെ ഈ തളർച്ചയ്ക്ക് പ്രധാന കാരണം തൻ്റെ വിശപ്പല്ല. അദ്ദേഹത്തിന് 2 പെൺകുട്ടികളും ഒരു ഭാര്യയുണ്ട്. 2 പെൺകുട്ടികളും ഒരു ഭാര്യ. കുൽസൂം എന്ന പേരിൽ ഭാര്യയും അവർക്ക് 2 പെൺകുട്ടികളുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മനസ്സിനെ തളർത്തുന്നത് ചിലപ്പോൾ നമ്മുടെ ശരീരത്തിന് വിശപ്പിൻ്റെ പേരിൽ വരുന്ന തളർച്ചയെക്കാളും നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ദുഃഖത്തിൻ്റെ പേരിൽ തളർച്ച ഉണ്ടാവുമല്ലോ. ആ തളർച്ച നമ്മളെ വല്ലാതെ തളർത്തിക്കളയും. അദ്ദേഹം പറയാണ്, എൻ്റെ 2 പെൺകുട്ടികളെയും എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെയും അവരുടെ മുഴുപ്പട്ടിണിയെയും കാണുമ്പോൾ അത്താഴം കഴിക്കാനും നോമ്പ് തുറക്കാനും ഒന്നുമില്ലാതെ ഇത്രയും ദിവസം കഴിച്ചു കൂട്ടിയവരെ കാണുമ്പോൾ പിന്നെ എനിക്ക് അങ്ങനെ എണീച്ചിരിക്കാൻ കഴിയും. ഏതായാലും അന്ന് അദ്ദേഹം പോയില്ല, പള്ളിയിൽ പോയില്ല, വീട്ടിൽ തന്നെ നിസ്കരിച്ചു. 1-2 ദിവസം അങ്ങനെ കഴിച്ചു കൂട്ടിയപ്പോൾ ഭാര്യ അരികിൽ വന്നിരുന്നുകൊണ്ട് പറഞ്ഞു, ഇന്നത്തെ ദിവസം അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് നിങ്ങളൊന്ന് ഇറങ്ങി പരതി നോക്ക്, അന്വേഷിച്ച് നോക്ക്, എവിടെങ്കിലും പോയി എന്തെങ്കിലും ഒരു ജോലിയോ മറ്റോ കിട്ടാൻ സാധ്യതയുണ്ടോ നോക്ക്, അള്ളാഹു നമ്മളെ സഹായിക്കും, പോയി നോക്ക്. ശരിയാണ്, നീ പറഞ്ഞത് ശരിയാണ്. ഞാൻ ഇന്നത്തെ ദിവസം ധൈര്യം സംഭരിച്ചുകൊണ്ട് പോവുകയാണ്. പ്രഭാതമായി അദ്ദേഹം തൻ്റെ പണിയായുധങ്ങളും കയ്യിലെടുത്തുകൊണ്ട് മക്കയുടെ തെരുവോരങ്ങളിലൂടെ ഇങ്ങനെ കറങ്ങി നടന്നു. എന്തെങ്കിലും പണി കിട്ടുമോ എന്ന് അന്വേഷിച്ചുകൊണ്ടാണ്. പക്ഷെ ഒരു പണിയും കിട്ടിയില്ല. അദ്ദേഹം നിരാശനായി മക്കയുടെ ആ തിരക്കിട്ട ഗല്ലികളെ വിട്ട് നടന്ന് വിജനമായ മരുഭൂമിയിലേക്ക് പോയി, ആരും കാണാതെ. അങ്ങനെയാണല്ലോ ഇപ്പം ഈ കാലിയായ കൈ കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാനും പറ്റില്ല, ഒരു പണിയും ജോലിയും വേലയൊന്നും കിട്ടിയതുമില്ല. അദ്ദേഹം വിജനമായ മരുഭൂമിയിൽ ഒരു സ്ഥലത്ത് ചെന്നിരുന്നു. എന്നിട്ട് ഇങ്ങനെ നിരാശയോടുകൂടി മണ്ണ് വാരി കളിക്കുക. മനസ്സെവിടെയോ സഞ്ചരിക്കുന്നു, എന്തൊക്കെയോ ചിന്തിക്കുന്നു, അരികിലുള്ളതൊന്നും കാണുന്നില്ല. മണ്ണിലിങ്ങനെ വാരി കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കയ്യിൽ എന്തോ ഒന്ന് തടഞ്ഞു. നല്ല മിനുസമുള്ള ഒരു സാധനം. അദ്ദേഹം മണ്ണ് മാറ്റിയിട്ട് നോക്കിയപ്പം ഒരു പട്ടിൻ്റെ തുണി, അതിൽ പൊതിഞ്ഞൊരു വലിയ കിഴിക്കെട്ട്. അദ്ദേഹം പിന്നെ ഇങ്ങനെ ഉറപ്പിച്ചു നോക്കി. ഒരു കിഴിക്കെട്ട്, പട്ടിൻ്റെ തുണിയാണ്. ആ പട്ടിൻ്റെ തുണിയിൽ പൊതിഞ്ഞ കിഴിക്കെട്ട് അദ്ദേഹം ഇങ്ങനെ അരികിലേക്ക് അടുപ്പിച്ചിട്ട് നിവർത്തി നോക്കിയപ്പോൾ കണ്ണ് തള്ളിപ്പോയി. അതിൻ്റെ ഉള്ളിൽ സ്വർണ്ണ നാണയങ്ങൾ നിറച്ചു വച്ചിരിക്കുന്നു. എല്ലാവരുടെ കണ്ണും തള്ളുക, പറയുന്ന എൻ്റെ കണ്ണും തള്ളുക അല്ലേ. പക്ഷേ ഞമ്മക്കൊന്നും ഇങ്ങനത്തെ ഭാഗ്യമൊന്നും ഇല്ലപ്പ അല്ലേ. നമുക്കൊന്നും ഇങ്ങനത്തെ ഭാഗ്യമൊന്നുമില്ല. അള്ളാഹു മനസ്സിലാക്കാനും അമൽ ചെയ്യാനും ഒക്കെ തൗഫീഖ് തരുമാറാകട്ടെ. ഇത്രയും സമയം ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ മാനസിക വ്യഥകളും വിഷമങ്ങളും തളർച്ചയും ഒക്കെ അങ്ങ് മാറി ഒരാവേശം വന്നു. ഒരാവേശം വന്നു. ഇത്രയും നിറഞ്ഞ സ്വർണത്തിൻ്റെ നാണയങ്ങൾ എൻ്റെ മുമ്പിൽ. അപ്പോൾ നമ്മളെന്താ സാധാരണ പറയാ, ഇത് പടച്ചോൻ എൻ്റെ പ്രാർത്ഥന കബൂലാക്കിയിട്ട് നേരിട്ട് മേലെ എനിക്ക് ഇറക്കി തന്നതാണ് ആയിരിക്കാം അല്ലേ, നിനക്കെത്താം. അദ്ദേഹം ആദ്യം അങ്ങനെ വിചാരിച്ചു, ഇത് എൻ്റെ കുടുംബത്തിൻ്റെ പ്രാരാബ്ദം ഇന്നത്തോടെ തീർന്നല്ലോ, എൻ്റെ ദാരിദ്ര്യം തീർന്നല്ലോ, മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാലോ, ഞങ്ങളുടെ ഭാവി അങ്ങനെ പലതും സ്വപ്നം കാണൂല്ലോ അല്ലേ. ഇതിൽ നിന്നൊരു 10 എടുത്തിട്ട് ഇന്ന് തന്നെ അടിച്ച് പൊളിച്ച് നല്ല ഫുഡെല്ലാം വാങ്ങിയിട്ട് 5 സ്റ്റാർ ഭക്ഷണമാക്കുക, എന്നിട്ട് ബാക്കി 100 എടുത്തിട്ട് നാളെ വീടങ്ങ് പൊളിച്ച് മാറ്റിയിട്ട് പുതിയൊരു വീടങ്ങ് കിട്ടുക. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ സാധാരണ മലയാളികൾ ഇങ്ങനത്തെ കിഴിക്കെട്ട് കിട്ടുമ്പോൾ ചെയ്യാറുള്ളതല്ലേ. ഒരു മാസം ആകെ ചില്ലറ റിയാലോ ദിർഹമോ ഒക്കെ ഇങ്ങോട്ട് എണ്ണി വാങ്ങുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ വരുന്ന കുറേ സ്വപ്നങ്ങളും ആ സ്വപ്നത്തിനനുസരിച്ച് നമ്മുടെ നാട്ടിൽ പൊന്തി വരുന്ന കുറേ കൊച്ചു കെട്ടിടങ്ങളും ഒക്കെ ഇല്ലേ. കുറച്ച് നാളിങ്ങനെ പൊന്തും, പെട്ടെന്ന് അറബിക്ക് നമ്മളോട് എന്തെങ്കിലും തോന്നും, ഖുറൂജ് അടിക്കും, കയറ്റിവിടും. ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഈ ചെളി പിടിച്ച് കിടക്കുന്ന, പായൽ പിടിച്ച് കിടക്കുന്ന കെട്ടിടത്തെ നോക്കിയിട്ട് ഇങ്ങനെ മേലോട്ടും താഴോട്ടും അങ്ങനെയൊക്കെയല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ്റെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങൾ, ഭാവിയെക്കുറിച്ചിട്ട് പലതും ചിന്ത വന്നു. പെട്ടെന്ന് ആ മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഒരു നല്ല ചിന്ത വന്നു. അള്ളാഹുവേ, ഞാനിതെല്ലാം പറയാൻ ഇത് എൻ്റെതല്ലല്ലോ, ഞാനിതെല്ലാം പ്രതീക്ഷിക്കാൻ, ഞാനിതെല്ലാം ചിന്തിക്കാൻ ഇത് എൻ്റെതല്ലല്ലോ, ഇതിൻ്റെ ഒരു ഉടമയുണ്ട്. ആ ഉടമയ്ക്ക് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ അയാൾക്ക് എത്ര വേദന ഉണ്ടാവും. ആ വേദനിക്കുന്ന മനസ്സിൻ്റെ ഉടമ ആരാണെന്ന് കണ്ടെത്തണ്ടേ, അയാൾക്കിത് കൊണ്ടെത്തിക്കണ്ടേ. അതല്ലേ എൻ്റെ ബാധ്യത. ഞാനൊരു മുസ്ലിം അല്ലേ, എനിക്ക് അവകാശപ്പെടാത്തതും
പ്രോപ്പർ ചാനലിൽ വരാത്തതുമായ ഒരു ചില്ലിക്കാശ് ഞാൻ എങ്ങനെ സ്വന്തമാക്കും? ഇല്ല, ഞാനിത് തൊടൂല. അദ്ദേഹം അത് മുറുക്കിക്കെട്ടി തൻ്റെ കമീസിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു. എന്നിട്ട് അതും കൊണ്ട് വീട്ടിലേക്ക് ഓടി. എന്തിനാ ഓടുന്നത്? ഭാര്യ ഇതറിയരുത്, മക്കൾ ഇതറിയരുത്. ദുർബലരായ ഭാര്യയുടെയും മക്കളുടെയും മനസ്സിൽ ഇതിനോടൊരു താല്പര്യം വന്നിട്ട് നമ്മൾ അമാനത്ത് നഷ്ടപ്പെടുത്തിയാൽ, വിശ്വസ്തത നഷ്ടപ്പെടുത്തിയാൽ വലിയ പ്രയാസം. അദ്ദേഹം ഇങ്ങനെ ഒളിപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി മെല്ലെ വാതിൽ തുറക്കുമ്പോൾ തന്നെ ഭാര്യ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തുക്കാണ്. പണിക്ക് പോയതല്ലേ, എന്തെങ്കിലും കിട്ടിയോ? അപ്പോൾ ഇദ്ദേഹം ഒന്ന് സാധനം മറപ്പിച്ച് ഒളിപ്പിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഭാര്യ വിചാരിച്ചു, ഇതെന്തോ തട്ടിപ്പുണ്ടല്ലോ. എന്താ സംഗതി? 40 വർഷമായി ഞാൻ നിങ്ങളോടൊപ്പം വിവാഹ ജീവിതത്തിൽ ഒന്നിച്ചു കഴിയുന്നു, ഇതുവരെ നിങ്ങൾ എന്നെ ഇങ്ങനെ ഒന്നും ഒളിപ്പിച്ചിട്ടില്ല. എന്താണത്? അദ്ദേഹം ഭാര്യനെ ഒറ്റയ്ക്ക് വിളിച്ച് അരികിലിരുത്തിയിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വല്ലാഹി സത്യം, അത് അള്ളാഹു നമുക്ക് തന്ന അവൻ്റെ പ്രത്യേക സമ്മാനം തന്നെ, യാതൊരു സംശയമില്ല. നമ്മൾ ഇന്നലെ പറഞ്ഞത് ഇങ്ങനത്തെ ആളുകളുടെ സുവിശേഷത്തെക്കുറിച്ചിട്ടല്ലേ അല്ലേ? നമ്മൾ ചിലപ്പോൾ നന്നാകാമെന്ന് വിചാരിച്ചാലും നമ്മുടെ പ്രിയതമ സമ്മതിക്കൂല. അതിന് ഓള് ന്യായവും ചട്ടവും ചിട്ടവും ഒക്കെ ഉണ്ടാക്കിയെടുക്കും. അതിന് പറ്റുന്ന എല്ലാ കുതന്ത്രങ്ങളും നമ്മളുടെ ഭാര്യമാരുടെ കയ്യിൽ നിന്നും ഇങ്ങനെ ഒഴുകി വരും. ഇന്ന കൈതക്കുന്ന അദീമെന്ന് യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു. ഇന്ന കൈതക്കുന്ന അദീമെന്നാണ്. ഇന്ന കൈതക്കുന്ന അദീം. നമ്മളിങ്ങനെ 4 മണിക്കൂർ 3 മണിക്കൂറൊക്കെ പ്രസംഗിച്ചിട്ട് മനുഷ്യരുടെ മനസ്സിലുണ്ടാക്കുന്ന മാറ്റത്തെക്കാളും ഒരു 4 സെക്കൻഡ് കാതിൽ മന്ത്രിച്ചിട്ട് മാറ്റം വരുത്താൻ കഴിയുന്ന വലിയ ഔലിയാട്ടികളെയാണ് നമ്മൾ ഭാര്യമാരായി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഭാര്യ പറഞ്ഞു, നിങ്ങൾക്കറിയില്ലേ പടച്ചവൻ അവൻ്റെ സാധുക്കളായ അടിമകളുടെ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് ഗൈബിയായ നുസ്രത്ത് കൊടുക്കുമെന്ന്. അങ്ങനെ അള്ളാഹു നമുക്ക് സഹായം തന്നതാണ്, അതിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായും ഇതിൽ നിന്നും ചില്ലറ നാണയങ്ങൾ എടുത്തിട്ട് വേഗം പുറത്തു പോകും, മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവാ, നമുക്ക് ഇന്നത്തെ ദിവസമെങ്കിലും നന്നായി നോമ്പ് തുറ കഴിക്കാം. അപ്പോൾ അദ്ദേഹം മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചു, ഇവള് പറഞ്ഞതിനകത്ത് ചെറിയ കാര്യമുണ്ട് അല്ലേ? ഒരു കാര്യം ചെയ്യാം, ഇതിൽ നിന്നും ഒരു 10 നാണയം ഞാൻ എടുക്കാം, എന്നിട്ട് അത്യാവശ്യങ്ങൾ പൂർത്തിയാക്കാം, എന്നിട്ടോ ഉടമ വരുമ്പോഴേക്കും ഞാൻ പണിയെടുത്ത് പൈസ ഉണ്ടാക്കിയിട്ട് ആ 10 നാണയങ്ങൾ തിരിച്ചു വെക്കാം. മനസ്സ് ചിന്തിക്കുക. പെട്ടെന്ന് അദ്ദേഹം പറ്റൂല, എനിക്ക് അനുവാദം വേണ്ടേ, ആരാൻ്റെ സ്വത്ത് കൈയിട്ടെടുക്കുക. പ്രിയപ്പെട്ട, ഞാനിങ്ങനെ കഥ പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന ഉസ്താദിന് നല്ല മൂടാണല്ലോ ഇന്നലെയൊക്കെ നമ്മളെ കുറ്റമെല്ലാം പറഞ്ഞിട്ട് ഇന്ന് ഫുൾ കഥയല്ല പറയുന്നത്. അങ്ങനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് കഥ പറയുന്നൊന്നുമല്ല. ഈ കഥ ഒരു ലക്ഷ്യത്തോടു കൂടി പറയുന്നതാണ്. കഥയിലെ ഓരോ കണ്ണികകളിലും ഓരോരോ വാക്കുകൾ നമുക്ക് ശേഖരിച്ചു വെക്കാനുണ്ട്. ഓരോരോ തത്വങ്ങളും വലിയ വലിയ വിഷയങ്ങളും ശേഖരിച്ചു വെക്കാനുണ്ട്. സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ കച്ചവടങ്ങളിൽ നമ്മൾ ചിന്തിക്കാറുള്ള ഒരു ബലഹീനമായ ദുർബലമായ ഒരു ചിന്തയാണ്, ഇപ്പോൾ തൽക്കാലം നമ്മുടെ വിഷമത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും പേരിൽ അതൊന്നങ്ങ് എടുക്കാം, എന്നിട്ട് നാളെ പിറ്റേന്ന് നമുക്കങ്ങ് തൗബ ചെയ്യാം, നമുക്കങ്ങ് തിരിച്ചു വെക്കാം, തിരിച്ചടയ്ക്കാം. അങ്ങനെയൊക്കെയല്ല നമ്മൾ വിചാരിക്കുക. ഇദ്ദേഹം വിചാരിച്ചു 10 തൽക്കാലത്തേക്ക് എടുക്കുക, പിന്നെ ഞാൻ പണിയെടുത്തിട്ട് അത് തിരിച്ചു വെക്കാം. പെട്ടെന്ന് അദ്ദേഹം ഇല്ല, അതൊന്നും പറ്റൂല. ഭാര്യ വീണ്ടും ഭാര്യയുടെ ഭാഗത്തുനിന്നുള്ള വാഴ തുടങ്ങി. ഭാര്യ നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം ആണായി മാറി. ഞാൻ ഇന്നലെ പറഞ്ഞതിലേക്ക് തിരിച്ചു, ആണായി മാറി, നട്ടലുള്ള പുരുഷനായി മാറി. ദീനിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തൻ്റെ കുടുംബത്തെയും കൂട്ടി സ്വർഗത്തിൽ പോകണമെന്ന താല്പര്യമുള്ളത് കൊണ്ട് അദ്ദേഹം ശക്തമായ ഭാഷയിൽ ഭാര്യയോട് പറഞ്ഞു, കുൽസൂം, ഇനി നീ അധികം സംസാരിക്കരുത്. എങ്ങാനും ഇതിൽ നിന്നും ഒരു ചില്ലിക്കാശ് നീ എടുക്കുകയോ ഇതിവിടെ എൻ്റെ കൈവശമുണ്ടെന്ന് ആരോടെങ്കിലും നീ പറയുകയോ ചെയ്താൽ ഞാൻ നിന്നെ തലാഖ് പറയും. ഞാൻ നീയുമായിട്ട് ബന്ധമൊന്നും ഉണ്ടാവില്ല, നിന്നെ ഞാൻ തലാഖ് പറയും. ഇത് എൻ്റെ ആഹ്റമാണ്, ഇതെൻ്റെ പടച്ചവനുമായിട്ടുള്ള ബന്ധമാണ്, ഞാനിതിൽ കൈവെക്കൽ. പട്ടിണി നമുക്ക് സഹിക്കാം, പ്രാരാബ്ദം നമുക്ക് സഹിക്കാം, പക്ഷേ ഈമാനും അമാനത്തും നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറില്ല. നീ വേണ്ടി പോയാൽ ഇനി നിന്നെ ഞാൻ തലാഖ് പറയും. ഭാര്യ അടക്കണം. അങ്ങനെ ഭാര്യ ഇടക്കിടയ്ക്ക് ഭാര്യനെ അടക്കണം, എപ്പോഴും അല്ല, ഇടക്കിടയ്ക്ക് അടക്കണം. നമ്മൾ നന്മയിലാണെങ്കിൽ, നമ്മൾ നീതിയിലാണെങ്കിൽ, ഹത്തിലാണെങ്കിൽ അടക്കി നിർത്തണം. പ്രിയപ്പെട്ടവർ, അദ്ദേഹം ഈ സ്വർണ്ണ നാണയങ്ങളൊക്കെ വീട്ടിൽ ഒളിപ്പിച്ച് വെച്ചതിനോടുകൂടി ആ കുടിലിൽ അന്നത്തെ രാത്രി മുഴുപട്ടിണി, അന്നും അത്താഴമില്ല. പിറ്റേന്നത്തെ രാവിലെ അദ്ദേഹം പണിയായുധങ്ങളും എടുത്തുകൊണ്ട് ഇന്നലെ പോയ വഴിയിലൂടെ നടന്നു. പണി കിട്ടുമോ. അന്ന് പണി കിട്ടുമോ എന്ന് അന്വേഷിക്കുന്നതിനിടയിൽ മനസ്സിൻ്റെ ഉള്ളിൽ മറ്റൊരു അന്വേഷണം ഉണ്ടായിരുന്നു. ഈ നഷ്ടപ്പെട്ടു പോയ കിഴിക്കെട്ടിൻ്റെ ഒറിജിനൽ ഓണർ ആരാണ് എന്ന് അന്വേഷിക്കണം. ആ ഒരു അന്വേഷണത്തിലാണ് അദ്ദേഹം ഉള്ളത്. കാരണം എന്താ, ഇസ്ലാമിക നിയമപ്രകാരം നമുക്കങ്ങനെ വഴിയിൽ കടന്നൊരു സാധനം കിട്ടിയാൽ അത് നമുക്ക് തൊടാൻ അനുവാദമില്ല. നമ്മൾ കൊണ്ടുവന്ന്
കാമ്പസാർ ജുമാഅത്ത് പള്ളിയുടെ നടുക്കളത്തിൽ എവിടെയെങ്കിലും വെക്കുക, അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റഡിയിൽ വെക്കുക. എന്നിട്ട് ഇവിടെ എല്ലാവരും കൂടുന്ന സമയത്ത് ഒച്ചത്തിൽ വിളിച്ചു പറയണം, സഹോദരങ്ങളെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ തെളിവടക്കം നിങ്ങൾ എന്നെ സമീപിച്ചാൽ ഞാൻ നിങ്ങൾക്ക് തരും എന്ന് പറയണം. എത്ര പ്രാവശ്യം പറയണം? ഇസ്ലാമിക നിയമപ്രകാരം എത്ര പ്രാവശ്യം പറയണം? ഉസ്താദന്മാരോട് ചോദിച്ചു നോക്കിയാൽ മതി. ഫിഖ് പഠിക്കുന്നത് വെറുതെ നിസ്കരിക്കാനും സലാം വീട്ടാനും മാത്രമല്ല. ഒരു വർഷക്കാലം കാമ്പസാർ പോലെയുള്ള പൊതുവായ രംഗത്ത് നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലാൻ ചെയ്യണം, വിളിച്ചു പറയണം. ഒരു വർഷക്കാലം കാത്തു നിൽക്കണം. ഈ ഒരു വർഷത്തിൻ്റെ ഇടയിൽ ആരെങ്കിലും വന്നാൽ നമ്മൾ കൊടുക്കണം. ഒരു വർഷം വരെയും വന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ ഇപ്പോൾ തൽക്കാലം പറയൂല. കാരണം എന്ത് ചെയ്യണം, ഒരു വർഷം കാത്തുനിന്നാലും ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒന്നും ആരും ചിന്തിക്കും. അത് പിന്നെ പറയാം. അപ്പോൾ അദ്ദേഹം വിചാരിക്കുകയാണ്, പടച്ചോനെ ഇതിൻ്റെ ഒറിജിനൽ മുതലാളി ഒന്ന് കിട്ടിയായിരുന്നെങ്കിൽ അങ്ങ് കൊടുത്ത് തലേന്ന് ഒഴിവാക്കായിരുന്നു. അന്നത്തെ അന്വേഷണത്തിൽ അദ്ദേഹം ഇങ്ങനെ പോയി ഹറമിൻ്റെ പരിസരത്തെത്തിയപ്പോൾ ഒരാൾക്കൂട്ടം കണ്ടു. ആ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് അദ്ദേഹം തലയിട്ട് നോക്കി. ഒരു ഉയർന്ന സ്ഥലത്ത് യമൻ നിവാസിയായ ഒരു ചെറുപ്പക്കാരൻ എണീച്ചു നിന്നുകൊണ്ട് ഒച്ചത്തിൽ എന്തോ വിളിച്ചു പറയുന്നുണ്ട്. അരികിലേക്ക് ചെന്ന് ശ്രദ്ധിച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ പറയാണ്, സഹോദരങ്ങളെ, മക്കക്കാരെ, സത്യസന്ധന്മാരെ, എൻ്റെ ഒരു പണക്കിഴി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ ഈ പരിശുദ്ധ റമദാനിൽ പടച്ചവനിൽ വിശ്വസിക്കുന്ന നിങ്ങൾ എന്നെ അത് തിരിച്ചേൽപ്പിക്കണം. അഥവാ നിങ്ങൾ എന്നെ തിരിച്ചേൽപ്പിച്ചാൽ നിങ്ങൾക്ക് ഒന്നിന് പകരം 700 പ്രതിഫലം അള്ളാഹു തരുന്നതാണ്. പറയുന്ന വാക്കുകളൊക്കെ ശ്രദ്ധിച്ചോണം, അള്ളാഹു തരുന്നതാണ്. അപ്പോൾ ഈ ഉപ്പാപ്പ ഓടി വന്ന് കാര്യം പിടുത്തം കിട്ടിയല്ലോ, പണക്കിഴി എൻ്റെ കയ്യിലുണ്ട്. അരികിൽ ചെറുപ്പക്കാരാ, നീ അറിയോ, ഞങ്ങൾ മക്കാർ ഒരുപാട് സാധുക്കളുണ്ട്, വളരെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, പാവങ്ങൾ. അങ്ങനെ മുഴുപട്ടിണിയിൽ കഴിഞ്ഞുകൂടുന്ന പാവങ്ങൾ ഒരുപാടുള്ള മക്കയിൽ നിന്റെ നഷ്ടപ്പെട്ടു പോയ പണക്കിഴി ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ തിരിച്ചു തരാൻ വേണ്ടി എൻ്റെ അഭിപ്രായത്തിൽ നീ വർത്തമാനം പറയുമ്പം ഒരു സമ്മാനം പ്രഖ്യാപിക്കണം. എന്നാലല്ലേ തിരിച്ചു തരാനുണ്ട്. കാരണം എന്താ, ഈ പാവത്തിന് തൻ്റെ ദാരിദ്ര്യം എങ്ങനെയെങ്കിലും ഒന്ന് ഹലാലായ മാർഗത്തിൽ പരിഹരിക്കണ്ടേ. മക്കൾക്ക് ഇന്നെങ്കിലും പോകുമ്പോൾ നോമ്പുറക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകണ്ടേ. അതിന് അദ്ദേഹം ഹലാലായ നിലയിൽ ആ മനുഷ്യനോട് പറഞ്ഞ, ഇവിടുത്തെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ്റെ വീട്ടിലായിരിക്കും അത് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവുക. അയാൾ നിനക്ക് മടക്കി തരാൻ, അയാളെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ ഇവിടുന്ന് ഇങ്ങനെ പരസ്യമായൊരു പ്രഖ്യാപനം നടത്ത്. എൻ്റെ പണക്കിഴി ആരെങ്കിലും തിരിച്ചു തന്നാൽ 700 കൂലി സ്വർഗത്തിൽ തരുമെന്ന് പറഞ്ഞില്ലേ. സ്വർഗ്ഗം അടക്കട്ട്, തൽക്കാലം ഇപ്പോൾ ഇവിടുത്തെ പട്ടിണി മാറണ്ടേ. സ്വർഗവും നരകവും ഒക്കെ പിന്നല്ലേ. ഔദും ബിസ്മിയും കുടുക്കേ പതയ്ക്കുമെന്ന്, ഔദും ബിസ്മിയും കുടുക്കേ പതയ്ക്കുക. ആദ്യം ഇങ്ങുള്ളത് പിന്നല്ലേ അവിടുത്തത്. അതുകൊണ്ട് നീ ഒരു പ്രഖ്യാപനം നടത്തണം. അപ്പം ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു, അല്ല എന്നാൽ പിന്നെ നിങ്ങൾ തന്നെ പറയും, ഞാൻ എന്ത് പ്രഖ്യാപനമാണ് നടത്തേണ്ടത് എന്ന് ചോദിച്ചു. എന്ത് പ്രഖ്യാപനമാണ്? അപ്പോൾ ഈ ഉപ്പാപ്പ പറഞ്ഞു, എൻ്റെ ആ പണക്കിഴി നിങ്ങൾ തിരിച്ചു തരികയാണെങ്കിൽ ഞാൻ അവർക്ക് 100 സ്വർണ്ണ നാണയം കൊടുക്കും എന്ന് പറയാൻ പറ്റും. എന്നാൽ പിന്നെ കൊണ്ടുതരും, 100 സ്വർണ്ണ നാണയം കൊടുക്കും. ഈ ചെറുപ്പക്കാരൻ നല്ല ഈമാനുള്ളവനാണ്. ചെറുപ്പക്കാരൻ പറഞ്ഞു, 100 സ്വർണ്ണ നാണയം ഒന്നും കൊടുക്കാൻ ഞാൻ തയ്യാറില്ല. ഞാൻ എൻ്റെ നഷ്ടപ്പെട്ടു പോയ സാധനം തിരിച്ചു കിട്ടിയാൽ പടച്ചവൻ പ്രതിഫലം തരുമെന്ന് മാത്രമേ പ്രഖ്യാപിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഇദ്ദേഹം ദേഷ്യം പിടിച്ചിട്ട് നടന്നങ്ങ് പോയി. അടുത്ത ദിവസം വീണ്ടും അവിടെ വന്നപ്പോൾ ഇതുപോലെ ഈ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് ഒച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട്. അന്ന് ഈ ഉപ്പാപ്പ അരികിൽ വന്നിട്ട് കയ്യോ കാലോ ഒക്കെ പിടിച്ചിട്ട് പറഞ്ഞു, മോനെ, പാവപ്പെട്ടവനും കൂടെ ഒന്ന് പരിഗണിക്കണ്ടേ, നിനക്ക് 100 കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു 10 കൊടുക്കാമെന്ന് പറയും. 10 പോയിട്ട് ഒന്നും കൊടുക്കാൻ ഞാൻ തയ്യാറില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അഥവാ എൻ്റെ പണക്കിഴി കയ്യിൽ കിട്ടിയ ഏതെങ്കിലും ഒരു മുസ്ലിം ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു കേട്ടോളൂ, ഞാൻ അവൻ്റെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ മഹ്ശറയിൽ വാദം നടത്തുന്നതാണ്, ഞാൻ അവിടെ നിന്ന് പിടിച്ചോളാം. ഇത് കേട്ടപ്പോൾ ഉപ്പാക്കപ്പിൻ്റെയും പേടിയായി. അദ്ദേഹം നടന്നുപോയി. 3-ാമത്തെ ദിവസം വന്നപ്പോഴും ഈ ചെറുപ്പക്കാരൻ അവിടെ തന്നെ ശബ്ദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അരികിൽ ചെന്നിട്ട് പറഞ്ഞു, സഹോദര, 100 കൊടുക്കാൻ നീ തയ്യാറില്ല, 10 കൊടുക്കാനും തയ്യാറില്ല, പോട്ടെ ഒരു നാണയം കൊടുക്കാമെന്ന് പറയും. ഒരു നാണയം. എന്താ കാര്യം? ഒരു നാണയം കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ കുടുംബത്തിന് അല്ലേ ഹലാലായ നിലയിൽ നോമ്പ് തുറക്കാമല്ലോ, ഹലാലായ നിലയിൽ അത്താഴം കഴിക്കാമല്ലോ. ആ ചെറുപ്പക്കാരൻ, ഇല്ല, ഒരു നാണയം ഞാൻ കൊടുക്കൂല, ഞാൻ അവനെ കുറിച്ചിട്ട് നാളെ മഹ്ശറിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ കണക്ക് പറയും, അവിടുന്ന് ഞാൻ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞു. ഈ സംഭാഷണം 2-3 ദിവസമായിട്ട് ശ്രദ്ധിച്ച ആളുകളുടെ കൂട്ടത്തിൽ സെയ്ദ് ബിൻ ഖാലിദ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. സെയ്ദ് ബിൻ ഖാലിദ്, അത് അത്യാവശ്യം കുറച്ച് സാമ്പത്തിക. സെയ്ദ് ബിൻ ഖാലിദിന് ഈ ഉപ്പാപ്പായുടെ സംഭാഷണവും പെരുമാറ്റവും ഒക്കെ കണ്ടപ്പോൾ എന്തോ സംഗതി മനസ്സിലായി. മെല്ലെ അവർ പിരിഞ്ഞപ്പോൾ അദ്ദേഹം ഈ ഉപ്പാപ്പാനെ കൂടെ കൂട്ടിയിട്ട് ചോദിച്ചല്ല, നിങ്ങളിങ്ങനെ പണിയായുധങ്ങളും ഒക്കെ എടുത്ത് നടക്കുന്നത്, ജോലി അന്വേഷിച്ച് നടക്കുന്നതാ? അതെ. ജോലിയൊന്നും കിട്ടിയില്ലേ? ഇല്ല, കുറേ ദിവസമായി ജോലി. എന്നാൽ പിന്നെ എൻ്റെ പീടികയിൽ ഒരു ചെറിയ പണിയുണ്ട്, ബാ
എടുക്കുമോ? എടുക്കും. അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് പോയി. എന്നിട്ട് പീടികയുടെ മുമ്പിൽ ചില്ലറ സാധനങ്ങൾ ഉണ്ടായിരുന്നു, അത് പറക്കി അകത്ത് വെക്കാൻ കൽപ്പിച്ചു. ചരിത്രകാരന്മാർ പറയുന്നുണ്ട് അങ്ങനെ ഒരു പണി ആവശ്യമൊന്നുമില്ല, അത് ഖാലിദിന് തന്നെ വേണമെങ്കിൽ എടുത്ത് വെക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ ഉപ്പാപ്പയുടെ അവസ്ഥ അദ്ദേഹം മനസ്സിലാക്കിയത് കൊണ്ട് അയാൾക്ക് പണി കൊടുക്കാൻ വേണ്ടി, പണി കൊടുക്കാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അർത്ഥത്തിലുള്ള പണിയല്ല, ഇന്നിപ്പോൾ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പണിയല്ല, അങ്ങനത്തെ പണി, അങ്ങനല്ലേ, അവനൊരു പണി കൊടുക്കണമെന്ന് പറയുന്നില്ലേ, ആ പണിയാന്ന് വിചാരിക്കണ്ട. അതാ ഇപ്പം നമ്മളെല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളങ്ങനെ പലർക്കും കൊച്ചു കൊച്ചു പണി കൊടുക്കുമ്പോൾ പടച്ചവൻ അവൻ നമുക്ക് വലിയ പണി തരുന്നതാണ്. അതുകൊണ്ടാണ് നമുക്കിഷ്ടമുള്ള രാഷ്ട്രങ്ങളിലൊക്കെ ഇടക്കിടക്ക് മേലെ നിന്ന് പടാന്ന് വീഴുന്നത്. ഉസ്താദ് എന്താ യുദ്ധത്തെക്കുറിച്ച് പറയാത്തതെന്ന് എല്ലാവരും ചോദിക്കും. എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇത് യുദ്ധമല്ലല്ലോ, ഇത് വല്ലാത്ത കള്ളക്കളികളല്ലേ പ്രിയപ്പെട്ടവരെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ കള്ളക്കളികളെ കുറിച്ചിട്ട് മസ്ജിദിൻ്റെ ഉള്ളിലിരുന്ന് പറഞ്ഞ് നമ്മുടെ സമയം കൂടെ നമ്മൾ മെനക്കെടുത്തണ്ടല്ലോ. എന്നോട് ഇത് കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ പ്രസംഗമെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സഹോദരൻ വന്നിട്ട് ചോദിച്ചു, ഉസ്താദ് യുദ്ധത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ. ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, പക്ഷെ അത് അവസാനം നിങ്ങൾക്ക് മനസ്സിലാകാത്ത അറബി ഭാഷയിലാണ് പറഞ്ഞത് നിങ്ങളോടുമല്ല, എൻ്റെ പടച്ചവനോടാ, അത്രയും മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. ശ്രദ്ധിച്ചോ നിങ്ങൾ? അത്രയേ ഉള്ളൂ, അത്രേ വേണ്ടൂ. അതുപോട്ടെ. ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ഞാനത് പറഞ്ഞത്? പണി കൊടുക്കാൻ നമ്മൾ വിചാരിക്കണ്ട. അങ്ങനെ പണി കൊടുത്താൽ പടച്ചോൻ നമുക്ക് വലിയ പണി വേറെ തരും. അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ സെയ്ദ് ഇബ്നു ഖാലിദ് എന്ന നല്ല മനസ്സിൻ്റെ ഉടമ ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി പീടികയിൽ ചെറിയ പണിയൊക്കെ ചെയ്യിപ്പിച്ചു. ചില്ലറ പണി വേഗം തീർന്നപ്പം ഒരു ദിവസങ്ങൾ എത്ര കൂലി വാങ്ങൽ? ഇത്രേ കൂലി വാങ്ങൽ. അതിന് ഒരു ദിവസം ഞാൻ പണിഞ്ഞില്ലല്ലോ, ആകെ 2 മണിക്കൂറിൻ്റെ പണി തീർന്നു. അത് സാരമില്ല, റമദാനല്ലേ. റമദാനിൽ കീഴിൽ പണിയെടുക്കുന്നവർക്ക് ഇളവാക്കി കൊടുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. 4 മണിക്കൂർ പണിയെടുക്കുന്നവന് 3 മണിക്കൂറാക്കുക, 8 മണിക്കൂർ പണിയെടുക്കുന്നവന് 6 മണിക്കൂറാക്കി കൊടുക്കുക. എന്നിട്ടോ കൂലി അല്പം കൂടുതൽ കൊടുക്കുക. അത് മുസ്ലിമായ മുതലാളിയുടെ മര്യാദയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അതുകൊണ്ട് ഉപ്പാപ്പ, നിങ്ങൾ ചെറിയ പണിക്ക് എന്നിൽ നിന്നും ഒരു ദിവസത്തെ കൂലി സ്വീകരിക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷം. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട നമ്മുടെ ജീവിതത്തിലെ, കച്ചവടക്കാരുടെ ജീവിതത്തിലെ പ്രത്യേകമായ ശ്രദ്ധകളാണ്. ഇവിടെ നമ്മൾ നമ്മുടെ തൊഴിലാളികളോട് എങ്ങനെ പെരുമാറുന്നു, നമ്മൾ പണിയെടുപ്പിക്കുന്നവരോട് എങ്ങനെ പെരുമാറുന്നു. അതുപോലെ നേരെ തിരിച്ചും ഇന്ന് നേരെ തിരിച്ചാ ഞാൻ പറഞ്ഞില്ലേ, പഴയ കാലത്ത് പ്രസംഗിച്ചു കൊണ്ടിരുന്ന ചില കാര്യങ്ങളും മറിച്ച് പറയേണ്ട ഒരു കാലഘട്ടമാണ്. ഇന്ന് പാവപ്പെട്ട മുതലാളിമാർ മുതലിനെ ആളുന്നു എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ തൊഴിലാളിമാരാൽ ഭരിക്കപ്പെടുകയാണ്, അല്ലേ? തൊഴിലാളിമാർ കണ്ണുരുട്ടുന്നിടത്ത് പാവങ്ങൾ ഇങ്ങനെ കൈയും കാലും പറച്ച് നിൽക്കുകയാണ്. ഒരു ടാക്സി ഡ്രൈവർ പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ വന്നിങ്ങനെ കാത്തു കിടക്കും. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ നമ്മൾ വിളിക്കുന്നിടത്തൊക്കെ വരും. ഇപ്പം അവനെ വിളിക്കുന്നത് വരെ അവൻ വളരെ താഴ്മയായിരിക്കും. വിളിച്ചു കഴിയുമ്പോൾ പിന്നെ അവൻ നമ്മുടെ ഉപ്പാപ്പ അല്ലെങ്കിൽ നമ്മുടെ മുതലാളി, നമുക്ക് ചിലവ് തരുന്ന ആളെ പോലെ ഉണ്ടാവുകയാണ്. അതങ്ങനെയാണ്. അത് ഈ കാലഘട്ടത്തിലെ മറ്റൊരു പ്രത്യേകതയാണ്. പ്രിയപ്പെട്ടവരെ, തൊഴിലാളിയോട് നല്ല നിലയിൽ പെരുമാറണം. തൊഴിലാളിയോട് നല്ല നിലയിൽ പെരുമാറിയാൽ തൊഴിലാളി മുതലാളിയോട് നല്ല നിലയിൽ പെരുമാറുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ചെറിയ സമയത്തെ പണിയാണ് ചെയ്യിപ്പിച്ചതെങ്കിലും അദ്ദേഹത്തിന് കൊടുക്കാനുള്ള വേതനം മുഴുവൻ കൊടുത്തു. അത്ഭുതത്തോടു കൂടി അദ്ദേഹം അത് സ്വീകരിച്ചു. സന്തോഷത്തോടു കൂടി ഹലാലായ നിലയിൽ കിട്ടിയതാ. അദ്ദേഹം ഈ പണവും ഉപയോഗിച്ചുകൊണ്ട് ഓടി വീട്ടിലേക്ക് പോയി. കാരണം നോമ്പ് തുറക്കുമ്പോൾ കുറേ ദിവസത്തെ മുഴുപ്പട്ടിണി ഇന്നെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചിട്ട് എൻ്റെ പ്രിയപ്പെട്ട 2 പെൺകുട്ടികൾക്കും ഭാര്യയ്ക്കും എന്തെങ്കിലും തിന്നാൻ വാങ്ങിക്കൊടുക്കാമല്ലോ, ആ സന്തോഷത്തോടെ. ഇത് ഹലാലാണല്ലോ. അദ്ദേഹം ആ നിലയിൽ ഓടി വീട്ടിൽ പോയി. അപ്പോൾ ഈ പറഞ്ഞ സെയ്ദ് ഇബ്നു ഖാലിദ് അദ്ദേഹത്തെ പിന്നിൽ നിന്നും അറിയാതെ പിന്തുടർന്നു. കാരണം ഇത് സാധാരണ കേസല്ല, എന്തോ കാര്യപ്പെട്ട കേസാണെന്ന് മനസ്സിലായത്. പിന്നിൽ നിന്നും പിന്തുടർന്നു. രഹസ്യം അറിയണം. എനിക്ക് ഉറപ്പാണ് ഈ പറയുന്ന പണക്കിഴി ഇയാളുടെ കയ്യിലുണ്ടാവും, അല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെ എല്ലാ ദിവസവും വന്നിട്ട് ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. സെയ്ദ് ഇബ്നു ഖാലിദ് പിന്നാലെ വന്നു. അറിയാതെ ഒളിച്ചൊളിച്ച് ആ ഉപ്പാപ്പ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കടന്നപ്പോൾ പുറത്തിങ്ങനെ കാത്തു നിന്നു. എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, സംഭവങ്ങളൊക്കെ വീക്ഷിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒളിച്ച് കാത്തു നിൽക്കുന്നത് അയാളുടെ പണക്കിഴി അടിച്ചുകൊണ്ട് പോകാനല്ല, അല്ലെങ്കിൽ അയാളെ ഏതെങ്കിലും കേസിൽ ഒറ്റ കൊടുക്കാനല്ല. അങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആർക്കെങ്കിലും അയൽവാസിക്ക് ഒരു ഗുണം കിട്ടിയാൽ തലയാട്ടി വെക്കോടെ, എന്താ എങ്ങനെയായി ഇവനെ കൊടുക്കാൻ കഴിയാന്ന, എങ്ങനെയാ അവനെ കൊടുക്കാൻ കഴിയുക? പ്രിയപ്പെട്ടവർ, ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് കൊടുക്കാൻ കഴിയുക? അത് പോലീസിനെ വിളിച്ച് പറയണോ, ഇൻകം ടാക്സിനെ വിളിച്ച് പറയണോ, അല്ല സെയിൽ ടാക്സിനെ വിളിച്ച് പറയണോ, അല്ല GSTക്കാരെ വിളിച്ച് പറയണോ? എവിടെയാണ് വിളിക്കേണ്ടത്? അടുത്തൊരു കച്ചവടക്കാരനെ നമുക്ക് കണ്ടിട്ട് കണ്ണുകടി, അടുത്തൊരു വീട്ടുകാരനെ കാണുമ്പോൾ നമുക്ക് കണ്ണുകടി. അവനൊന്ന് ഉഷാറായി കഴിയുമ്പോൾ നമ്മൾ എങ്ങനെങ്കിലും അവനെ ഇങ്ങനെ അന്ന് ഉരച്ചുരച്ച് ബടക്കാക്കാൻ ശ്രമിക്കുക. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികൾക്ക് ഇതൊന്നും പറ്റിയതല്ല.
ഇതിൽ നിന്നെല്ലാം 100% മുക്തമായി ഒരു നല്ല റമദാൻ ആചരിച്ചിട്ട് പ്രിയപ്പെട്ടവരെ പുതിയ മനുഷ്യന്മാരായി നമ്മൾ വരണം. ആ കച്ചവടക്കാരന് എന്തെങ്കിലും ലാഭം അധികം കൊടുക്കുന്നെങ്കിൽ അത് അള്ളാഹു കൊടുക്കുന്നതാണ്. ഞാൻ എന്തിനാണ് അസൂയപ്പെടുന്നത്? എൻ്റെ കടയിൽ ലാഭം അള്ളാഹു തആല കുറച്ചേ തരുന്നുള്ളെങ്കിൽ അത് അള്ളാഹു തരുന്നതാണ്, അതിൽ ഞാൻ തൃപ്തനാണ്. എൻ്റെ പടച്ചോൻ തരുന്നതിൽ ഞാൻ തൃപ്തനാ. ഓന് കിട്ടിയതിൻ്റെ പേരിൽ എനിക്ക് അസൂയയില്ല, കണ്ണുകടിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുതന്ത്രങ്ങളൊന്നും ആവിഷ്കരിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ആ നല്ല മനുഷ്യൻ ഈ വീട്ടിൻ്റെ പുറത്തിരുന്ന് ഒളിച്ചിരുന്ന് കേൾക്കുമ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഭക്ഷണവുമായി വന്നതല്ലേ, വാപ്പയും മക്കളും ഭാര്യയെല്ലാം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ അന്ന് സന്തോഷം, നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, നല്ല സന്തോഷമായി, ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷമായി. ഈ സന്തോഷത്തിൻ്റെ അവസരം ചൂഷണം ചെയ്തുകൊണ്ട് ഭാര്യ മെല്ലെ ഭർത്താവിൻ്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഒന്നും കൂടെ പറഞ്ഞോട്ടെ, 40 വർഷം നിങ്ങളൊപ്പം ഞാൻ ജീവിക്കുന്നു. ഇതുവരെ നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ നിങ്ങളോടൊരു മോശം പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളും സത്യസന്ധനാണ്, നിങ്ങളിൽ നിന്നും ഒരു മോശവും സംഭവിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി നിങ്ങളോടൊരു അപേക്ഷ, ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ആ പണക്കിഴി വീട്ടിൽ ഇങ്ങനെ കുഴിച്ചിട്ടിട്ട് അതിന് കാവലിക്കുന്നതിന് പകരം അതിൽ നിന്ന് ചില്ലറ എടുക്കാം. അങ്ങനെയല്ല, അവിടെ ചില്ലറ എടുക്കാം, കുഴപ്പമൊന്നുമില്ല, അത് നമുക്ക് തിരിച്ചു വെക്കാം. ഇപ്പം കണ്ടില്ലേ, ഇപ്പം 2-3 മണിക്കൂർ പണിയെടുത്തപ്പോൾ ഒരു ദിവസത്തെ ഫുൾ കൂലി കിട്ടിയില്ലേ? അതുപോലെ നാളെ പിറ്റേ നമുക്ക് പൈസ എടുത്ത് തിരിച്ചു വെക്കാം. ഇത് പുറത്തൊരു സാധനം കേട്ടോണ്ടിരിക്കുക, അത് കേൾക്കാൻ വേണ്ടിയാണ് അദ്ദേഹം വന്നത്. പുറത്തൊരാൾ കേൾക്കുക. അദ്ദേഹം പെട്ടെന്ന് കണ്ണുരുട്ടിയിട്ട് പറഞ്ഞു, കുൽസൂം, ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് വീണ്ടും ആവർത്തിക്കുകയാണ്. ഇത് അള്ളാഹു നമുക്ക് അനുവദിച്ച സാധനമല്ല, ആരാൻ്റെതാണ്. ഇതിൽ നിന്നും ഒരു ചില്ലി കാശും എടുത്ത് ജീവിതം സുഖിക്കാമെന്ന് നീ പ്രതീക്ഷിക്കരുത്. അങ്ങനെ പ്രതീക്ഷയുണ്ടെങ്കിൽ ഞാൻ നിന്നെ പുറത്താക്കും, നിന്നെ തലാക്ക് പറയും. ഇല്ല, ഞാൻ എൻ്റെ റബ്ബിനെ ഭയന്നുകൊണ്ട് ഇതിൽ നിന്നും അല്പം പോലും തൊടൂല. ഇത് കേട്ടപ്പോൾ പുറത്തെ ഖാലിദ് പൊട്ടിക്കരഞ്ഞു പോയി. പടച്ചോനെ, ഇത്രയും കടുപ്പപ്പെട്ട ദാരിദ്ര്യം ആരും അറിഞ്ഞിട്ടില്ല, അള്ളാഹു മാത്രമേ അറിയുന്നുള്ളൂ. ഇങ്ങനെ ഒരു പണക്കിഴി തൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ആ മനുഷ്യനും കുടുംബവും ഉറച്ചു നിൽക്കുന്നുണ്ടല്ലോ. ഇവരെത്ര വലിയകളാണ്, ഇവരാണ് ഔലിയാക്കൾ. അത്രയും നേരം ഒളിച്ചു നിന്ന് കാര്യങ്ങൾ വീക്ഷിച്ചിരുന്ന ഖാലിദ് വാതിലിൽ മുട്ടി. വീട്ടുകാരൻ തുറന്നു, കെട്ടിപ്പിടിച്ചു, പൊട്ടിക്കരഞ്ഞു. സഹോദരാ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ ഒരു അനുജനെ പോലെയാണ്, എന്നോട് പറയും, ഞാൻ സഹായിക്കാം. ഞാൻ സഹായിക്കാം. വീട്ടുകാരൻ പറഞ്ഞു, സഹോദരാ, നീ എന്നെ വല്ലാതെ സഹായിച്ചു കഴിഞ്ഞു. നിന്റെ സഹായത്തിന് ഞങ്ങൾ അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ ദിവസം നീ സഹായിച്ചത് വലിയ സഹായമാണ്. ഇനി നിന്റെ സഹായം ആവശ്യമില്ല. ഞാൻ പണിയെടുത്തോളാം, ഞാൻ പണിയെടുത്ത് ജീവിച്ചോളാം, എൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റിക്കോളാം. പ്രിയപ്പെട്ടവരെ, ഈ ഖാലിദ് പറഞ്ഞു, നാളെ ഒരിക്കൽ കൂടി നിങ്ങൾ ആ യമനിയായ യുവാവിനെ കാണണം. എന്നിട്ട് ഒന്നുകൂടി നിങ്ങൾ പറയണം, നീ ഇങ്ങനെ വാശി പിടിക്കല്ല മോനാ, എന്തെങ്കിലും അല്ല, അങ്ങനല്ലേ നമ്മുടെ ഭാഷയിൽ, വാശി പിടിക്കല്ല, എന്തെങ്കിലും ഒരു ഇളവൊക്കെ ആക്കിയിട്ട് എന്തെങ്കിലും ചില്ലറ കൊടുത്തിട്ട് നീ അങ്ങനെ നിൻ്റെ കിഴി വാങ്ങാൻ വേണ്ടി ഉപദേശിക്കണം എന്നൊക്കെ പറഞ്ഞ് പിരിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ അടുത്ത ദിവസം വീണ്ടും യമനിയായ യുവാവിനെ അവർ വന്ന് കണ്ടു, സംസാരിച്ചു. പക്ഷേ യമനിയായ യുവാവ് ഒറ്റ വർത്തം, ഒരു ചില്ലിക്കാശ് ഞാൻ ആർക്കും കൊടുക്കൂല, എൻ്റെ പൈസ എനിക്ക് കിട്ടണം. അങ്ങനെ നിവൃത്തിയില്ല എന്ന് കണ്ടപ്പോൾ ഈ ഉപ്പാപ്പ പറഞ്ഞു, എന്നാ ഇങ്ങി വാ, ചെവിയിൽ ഞാനൊരു കാര്യം പറയട്ടെ, ഇങ്ങി വാ, ചെവിയിലൊരു കാര്യം, നീ എൻ്റെ കൂടെ വാ. ആ യുവാവിൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് അദ്ദേഹം നടന്നു. പോകുന്ന വഴിയിൽ നേരത്തെ പറഞ്ഞ സെയ്ദ് ബിൻ ഖാലിദിനെ കൂട്ടി, വാ, നിങ്ങൾ എൻ്റെ കൂട്ടത്തിൽ ഒരു സാക്ഷിയായിട്ട് വരണം, വാ. അവർ 3 പേരും ഒന്നിച്ച് ഈ കൊച്ചു കൂരയുടെ ഉള്ളിൽ കയറി വാതിലടച്ചു. ഈ യമനിയായ ചെറുപ്പക്കാരനെ അരികിലിരുത്തി ഇദ്ദേഹം അകത്തു പോയി കുഴിച്ചിട്ടിരുന്ന ആ കിഴിക്കെട്ടെടുത്തുകൊണ്ട് വന്ന് മുമ്പിൽ വെച്ചു. ഇങ്ങനെ തുറന്നിട്ടു, ദാ കിടക്കുന്നു എൻ്റെ പൈസ, ദാ കിടക്കുന്നു. ആ യമനിയായ യുവാവിങ്ങ, അൽഹംദുലില്ലാ, ഇത് നിൻ്റെതാണോ? അതെ. എത്രയായിരുന്നു നിനക്ക് അതിനകത്തുള്ളത്? 1000. ഞാൻ എണ്ണി നോക്കൂ, 1000 ഉണ്ടോ? 1000 ഉണ്ട്. 1000 ദീനാറ്, 1000 സ്വർണ്ണ നാണയം. ആ സമയത്ത് ഖാലിദിനെ സാക്ഷിയാക്കിക്കൊണ്ട് പറഞ്ഞു, ഇതാ എൻ്റെ പടച്ചവൻ എന്നെ പരീക്ഷിച്ചു, ഞാൻ അതിൽ ഉറച്ചു നിന്നു, നിങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് ഈ കിഴിക്കെട്ട് അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥനെ കിട്ടിയപ്പോൾ ഞാനിതാ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ആ സമയത്ത് ഖാലിദ് പറഞ്ഞു, സഹോദരാ, ചെറുപ്പക്കാരാ, പോയത് സാധനം കിട്ടിയതല്ലേ, അല്ലേ? 1000 പോയത് ഇങ്ങനെ കിട്ടിയതല്ലേ? ഈ പാവം കുടുംബത്തിന് എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ പറ്റുമോ? എന്തെങ്കിലും ഒന്ന് കൊടുത്തൂടെ? കൊടുക്കുന്ന പ്രശ്നേ ഇല്ല. എത്ര വേദനയായി കാണും. ആ കിഴിക്കെട്ട് എടുത്തുകൊണ്ട്
അതിൻ്റെ ഉടമ പുറത്തേക്കിറങ്ങി നടന്നു. ഇവർ രണ്ടുപേരും പരസ്പരം ഇങ്ങനെ കെട്ടിപ്പിടിച്ചൊന്ന് കരഞ്ഞു, പിരിഞ്ഞു. പിരിയാൻ പോകുമ്പോൾ പെട്ടെന്ന് ആ ചെറുപ്പക്കാരൻ മടങ്ങി ഓടി വരിക. ഓടി വന്ന് സലാം പറഞ്ഞു, വാതിൽ തുറന്ന് കയറിയിരുന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെക്കുറിച്ച് ഞാൻ ഭയങ്കര കടുപ്പപ്പെട്ട മനസ്സിൻ്റെ ഉടമയാണെന്നൊക്കെ വിചാരിച്ചിരുന്നു അല്ലേ? ഞാൻ ഭയങ്കര കടുപ്പപ്പെട്ട മനസ്സിൻ്റെ ഉടമയാണ്, അർത്ഥ കൈക്ക് ഉപ്പ് വെക്കാത്തവനാണ്, അങ്ങനെയല്ലേ? അങ്ങനെയൊക്കെ നമ്മൾ പറയാ. ഭയങ്കര പിശുക്കനാണ്, ഒരു ഉറുപ്പ്യ കൊടുക്കാത്തവനാണ്, ബഹൂലാണ്, കഞ്ചൂസാണ് എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചു അല്ലേ? അങ്ങനെ വിചാരിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ ഒരു സത്യം നിങ്ങളോട് പറയാൻ വന്നതാണ്. ആദ്യത്തേത് ഇതാ, ഈ കിഴിക്കട്ട് മുഴുവനും നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ പിടിച്ചോളൂ. ഹലാലായ നിലയിൽ അള്ളാഹു നിങ്ങൾക്കായി സമ്മാനിച്ചതാണ്. എന്താ സംഗതി എന്നറിയോ? സംഗതി, എൻ്റെ ബാപ്പ സമ്പന്നനായിരുന്നു. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് മരണപ്പെടുമ്പോൾ എൻ്റെ വാപ്പക്ക് 5000 ദീനാറ് സമ്പാദ്യമുണ്ടായിരുന്നു. 5000 നാണയങ്ങൾ, ദീനാർ അദ്ദേഹത്തിൻ്റെ കണക്കിൽ ബാക്കിയുണ്ടായിരുന്നു. ഈ 5000 ദീനാറ് ബാക്കിയാക്കിയിട്ട് മരിക്കാൻ പോകുന്ന വാപ്പ മകനായ എന്നെ അരികിൽ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, മോനെ, ഇതിൽ 4000 ദീനാറും മകനായ അനന്തരാവകാശിയായ നിനക്കുപയോഗിക്കാം. നിനക്കുള്ളത്, വാപ്പ ഉണ്ടാക്കിയ സ്വത്തല്ലേ, ഹലാലായ സ്വത്തല്ലേ, വേറെ ആർക്കും അവകാശമൊന്നുമില്ല. നിന്റെ ഇഷ്ടപ്രകാരം നിനക്കിത് ഉപയോഗിക്കാം. നീ ഒരു മോനാണ് എനിക്കുള്ളത്, 4000 നിൻ്റെതാണ്. നീ എൻ്റെ മരണശേഷം എനിക്ക് ആവശ്യമായ സംഗതികളൊക്കെ ചെയ്തിട്ട് സ്വത്തുക്കളൊക്കെ നീ ഓഹരി വെച്ച് ഇഷ്ടമുള്ളതുപോലെയൊക്കെ എടുത്തിട്ട് നീ നന്നായി ഒരു ഹജ്ജിന് വേണ്ടി പോകണം. നിൻ്റെ ജീവിതം പവിത്രമാക്കണം. നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ അമലുകളൊക്കെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. വാപ്പ നല്ല ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു, 4000 ഇതൊക്കെ ചെയ്യണം, 1000 ദീനാറ് നീ മാറ്റിവെക്കണം. അത് മക്ക വരെയുള്ള ഈ യാത്രയിൽ, യമനിൽ നിന്നും മക്ക വരെയുള്ള യാത്രയിൽ അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം. ഏറ്റവും ആവശ്യക്കാരായ എന്നാൽ സത്യസന്ധതയും അമാനത്തുമുള്ള ഒരാളെ കണ്ടുപിടിച്ചിട്ട് അയാളുടെ കയ്യിൽ കൊടുക്കണം. അത് വാപ്പാടെ ഒരു ഉപദേശമായിരുന്നു, വാപ്പാൻ്റെ ഒരു വസിയത്തായിരുന്നു. ആ വസിയത്ത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഹജ്ജിന് വരുമ്പോൾ ഈ കിഴിക്കട്ടും കൊണ്ടാണ് ഇറങ്ങിയത്. പക്ഷേ യാത്രാമധ്യേ എന്തോ കാരണവശാൽ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. ഇങ്ങനെയൊക്കെ സംഭവിച്ചു. നിങ്ങൾ എന്നോട് 100 പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വാശി പിടിച്ചത്, 10 പറഞ്ഞപ്പോഴും വാശി പിടിച്ചത്, 1 പറഞ്ഞപ്പോഴും വാശി പിടിച്ചത്, ഇങ്ങനെ ഒരു ചരിത്രം അതിൻ്റെ പിന്നിലുള്ളത് കൊണ്ടാണ് ഞാൻ വീണ്ടും നിങ്ങളെ പരിശോധിക്കുകയായിരുന്നു. നിങ്ങളെക്കാളും ഈ യാത്രയിൽ സത്യസന്ധതയും അത്യാവശ്യക്കാരനുമായ ഒരാളെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടേ ഇല്ല. അതുകൊണ്ട് ഇതിൻ്റെ അവകാശി താങ്കളാണ്, നിങ്ങളിതെടുത്തോളൂ എന്ന് പറഞ്ഞു. ഇതെടുത്തോളൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് ചരിത്രം കുറച്ച് ദീർഘമായി പോയി എന്നത് ശരിയാണ്. പക്ഷേ ഈ ചരിത്രത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ നമുക്ക് കിട്ടിയ കുറേ പാഠങ്ങളുണ്ട്. നമ്മൾ താൽക്കാലികമായ ലാഭത്തിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ തരികിടകളിലൂടെ സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ അനന്തരമായി വരാൻ പോകുന്നത് വലിയ പരീക്ഷണങ്ങളായിരിക്കും. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്തുകൊണ്ടാണ് പുതിയ രോഗങ്ങൾ വർദ്ധിക്കുന്നത്? എന്തുകൊണ്ടാണ് അപകടങ്ങൾ വർദ്ധിക്കുന്നത്? എന്തുകൊണ്ടാണ് അപകട മരണങ്ങൾ വർദ്ധിക്കുന്നത്? അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിനൊക്കെ നമ്മൾ ഭൗതികമായ ചില കാരണങ്ങൾ കണ്ടെത്തുന്നുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് അള്ളാഹുവിൻ്റെ അടിമകൾ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായം അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തിയ അമാനത്ത്, വിശ്വസ്തത, സത്യസന്ധത പോലെയുള്ള നന്മകൾ നഷ്ടപ്പെട്ടപ്പോഴാണ് പ്രിയപ്പെട്ടവരെ പരീക്ഷണങ്ങൾ വരാൻ തുടങ്ങി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നിൽക്കേണ്ടിടത്ത് നിൽക്കാതിരിക്കുകയും വ്യതിചലിക്കുകയും മാറി സഞ്ചരിക്കുകയും തെറ്റായ മാർഗത്തിലേക്ക് നിങ്ങൾ പോവുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും പരീക്ഷണത്തിൻ്റെ മാലപ്പടക്കം എന്ന് നിങ്ങൾ പറയാറില്ലേ മലയാളത്തിൽ? തസ്ബീഹ് മണി പൊട്ടിയതുപോലെ എന്നൊരു ഹദീസിലുണ്ട്. തസ്ബീഹ് മണി പൊട്ടിയതുപോലെ. മണി പൊട്ടിയാൽ എന്താ? തസ്ബീഹ് മണി പൊട്ടിയാൽ എന്താ സംഭവിക്കുക? ചടപടാന്നിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെ നിങ്ങളുടെ മീതെ പരീക്ഷണങ്ങൾ വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സത്യസന്ധത നിലനിർത്തണം. സത്യമേ പറയൂന്ന് ഉറപ്പിക്കണം. അമാനത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉറപ്പിച്ചു നിർത്തണം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലൂ അംവാലകും ബൈനകും ബിൽ ബാതിൽ وتدلوا بها إلى الحكام لتأكلوا فريقا من أموال الناس بالإثم. ഖുർആനിൽ എത്ര ആയത്തുകളാണെന്നറിയ അർത്ഥത്തിൽ. ഹേ വിശ്വാസികളെ, നിങ്ങൾ തിന്നുമ്പോൾ സൂക്ഷിക്കണം. അങ്ങനെ തന്നെ ഇത്തരം വിഷയങ്ങൾ അള്ളാഹു പറയുമ്പം ആ ഭാഷാ പ്രയോഗം തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. നിങ്ങൾ തിന്നുമ്പോൾ സൂക്ഷിക്കണം. എന്താ തിന്നുന്നത്? ആരാൻ്റെ ഹക്ക് തിന്നരുത്, നിങ്ങൾക്ക് അവകാശപ്പെടാത്തത് തിന്നരുത്, അത് നിങ്ങളുടെ മക്കളെ തീറ്റിക്കരുത്, അത്
കച്ചവടത്തിലാകട്ടെ, കൊടുക്കൽ വാങ്ങലുകളിലാകട്ടെ, ഇടപാടിലാകട്ടെ, സ്ഥലക്കച്ചവടത്തിലാകട്ടെ, അല്ലെങ്കിൽ ബന്ധുക്കൾ തമ്മിലുള്ള ഓഹരി വെക്കുന്നതിലാകട്ടെ, എന്തെങ്കിലും നിങ്ങൾക്ക് അവകാശപ്പെടാത്തത് വരരുത്. എങ്ങനെ വന്നു? വതുദ്ലു ബിഹാ ഇലൽ ഹുക്കാമി, വതുദ്ലു ബിഹാ ഇലൽ ഹുക്കാമി. നിങ്ങൾക്ക് നല്ല വിദ്യാസമ്പന്നതയുണ്ട്, സാമൂഹിക രംഗത്ത് പ്രാമുഖ്യമുണ്ട്, സാമ്പത്തിക ശേഷിയുണ്ട്, നിങ്ങൾക്ക് ഇവിടുത്തെ കുറേ വക്കീലന്മാരെ അറിയാം. അങ്ങനത്തെ വക്കീലന്മാരെയും കോടതിയെയും പോലീസിനെയും ഒക്കെ സ്വാധീനിച്ചിട്ട് വതുദ്ലു ബിഹാ ഇലൽ ഹുക്കാമി ലിതഅകുലു ഫരീഖൻ മിൻ അംവാലിന്നാസ്, ആരാൻ്റെ സ്വത്ത് ഭക്ഷിക്കാൻ, ആരാൻ്റെ സ്വത്ത് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തരികിടകൾ സമ്പാദിക്കരുത്, തരികിടകൾ തീർക്കരുത്. അത് വലിയ അപകടമാണ് എന്ന് ഖുർആൻ പറഞ്ഞു. വമാ കാന ലിനബിയ്യിൻ അൻ യഗുൽ വമൻ യഗുൽ യഅതി ബിമാ ഗല്ല യൗമൽ ഖിയാമഹ സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. വമാ കാന ലിബൻ യഗുൽ, ഇവിടെ ഒരു മുട്ടുസൂചിയാണ് നീ അകാരണമായി ആരാൻ്റെ കയ്യിൽ നിന്നും പറ്റിച്ചെടുക്കുന്നത്. അപ്പോൾ നീ വിചാരിക്കുക, ഞാൻ ഭയങ്കര ബുദ്ധിമാനായി. പ്രിയപ്പെട്ടവരെ, ബുദ്ധിമാനൊന്നാണെന്ന് വിചാരിക്കണ്ട. ഒരു പക്ഷേ ആ പാവത്തിന്, സാധുവിന് നിന്റെ പറ്റിക്കൽ മനസ്സിലായില്ല. ആ പാവന്, സാധുവിന് പറ്റിക്കൽ മനസ്സിലായി. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വലിയ ദീനിയാണെന്ന് അഭിനയിച്ചിട്ടാണ് ആളുകളെ നമ്മൾ മയക്കിയിട്ട് കൊടുക്കുക, അല്ലേ? വലിയ ദീനിയാണ് നമ്മൾ അഭിനയിക്കുക. വർത്താനം കൊണ്ടും നിസ്കാരം കൊണ്ടും പള്ളി കൊണ്ടും വേഷം കൊണ്ടും കോലം കൊണ്ടും പാവങ്ങൾ നമ്മളങ്ങ് വിശ്വസിക്കും. ആ വിശ്വാസത്തിൽ അവനെ നമ്മൾ ചൂഷണം ചെയ്യും. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. രണ്ട് സഹോദരങ്ങൾ തമ്മിലുള്ള മധ്യസ്ഥം, എൻ്റെ ജീവിതം മുഴുവൻ മധ്യസ്ഥം കണ്ണൂർ വന്ന് ജീവിച്ചിട്ട് എന്തുണ്ടാക്കി നാളെ പടച്ചോൻ ചോദിച്ചാൽ കുറേ മധ്യസ്ഥം പടച്ചു എന്ന് പറയാം. പക്ഷേ അതിൻ്റെ പേരിൽ ഇൻഷാ അല്ലാഹ് പ്രതിഫലം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അള്ളാഹു നമുക്ക് നല്ല പ്രതിഫലം തരുമാറാകട്ടെ. രണ്ടുപേരും തമ്മിൽ തീരാത്ത പ്രശ്നങ്ങൾ ഞാനിങ്ങനെ പാതിരാത്രിയല്ല ഉറക്കമൊഴിഞ്ഞ് ഇങ്ങനെ സംസാരിച്ച് ഏകദേശം ലെവലിലെത്തിയപ്പം ഞാൻ അതിൽ ഒരു നല്ലവനാണെന്ന് തോന്നുന്ന ഒരു സാധുവായ അല്പം വയസ്സായ ആളെ മാറ്റി നിർത്തി ഞാൻ ചോദിച്ചു, എന്തിനാ ഇവൻ്റെ കൂടെ അല്ല കച്ചവടത്തിൽ നിങ്ങൾ കൂടിയെന്ന്. നമ്മളൊന്ന് ചോദിച്ചു പോകൂലേ? ചോദിക്കാൻ പോകണ്ടെന്നുണ്ടോ? ചോദിച്ചു പോകും. എന്തിനാ ഇവൻ്റെ എല്ലാം കൂടെ നിങ്ങൾ കൂടുന്നത്? നിങ്ങൾ ആ പണ്ട് ചെയ്യുന്നത് പോലെ, എനിക്കറിയാം അദ്ദേഹത്തിന്, ഞാൻ അയാളുമായിട്ട് കച്ചവടം കൊണ്ട് പണ്ട് ചെയ്യുന്നത് പോലെ ഉള്ളത് കൊണ്ട് കുറച്ച് അങ്ങനെ അങ്ങ് പോയാൽ പോരായിരുന്നു. അങ്ങനെയാണ് നമുക്ക് പലർക്കും അബദ്ധം ഉണ്ടാവുക. നമ്മൾ കുറച്ച് എവിടെയെങ്കിലും പാവങ്ങളും ചെയ്തു പോകുന്നതിൻ്റെ ഇടയിൽ ഒരു വിദ്വാൻ ഇങ്ങനെ വരും. അയാൾ ഇങ്ങോട്ട് വന്നിട്ട് നമുക്കൊരു പുതിയ ഫാം രൂപീകരിച്ചുകൂടെ, അല്ലേ? ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് ആക്കിക്കൂടെ? അങ്ങനെയല്ലേ ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ്? എന്നും കുന്നും ഇങ്ങനെ പെട്ടിക്കടയിലിരിക്കല, എന്നും കുന്നും ഇങ്ങനെ ചെറിയ ഷോപ്പും കൊണ്ടിരിക്കല? പുതിയ ലോകമല്ലേ, നമുക്ക് വളരണ്ടേ, വലുതാകണ്ടേ? അങ്ങനെ അയാൾ ഒരു പുതിയ ഫോം ഉണ്ടാക്കി. എന്നിട്ട് അയാൾ വൺ ഓഫ് ദി ഡയറക്ടറായിട്ട് അങ്ങ് സ്വയം പ്രഖ്യാപിച്ചു. അയാൾ വൺ ഓഫ് ദി ഡയറക്ടർ. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഇതൊക്കെ പറയുന്നത് എന്താണെന്നറിയോ? എൻ്റെ കയ്യിൽ വ്യക്തമായ തെളിവ് എൻ്റെ സ്വന്തം അനുഭവത്തിലും അബദ്ധത്തിലും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ശക്തമായി പറയാം. വൺ ഓഫ് ദി ഡയറക്ടറായിട്ട് അയാൾ അങ്ങ് സ്വയം അവരോധിതനാവും. ഞാൻ പണ്ട് ഈ പെട്ടിക്കട പോലെ കഷ്ടപ്പെട്ട് നടത്തിക്കൊണ്ടുവന്ന് വളർത്തി വലുതാക്കി എൻ്റെ കുടുംബമൊക്കെ ഇങ്ങനെ കൊണ്ടു നടന്ന ഈ സംഗതി ഒരുത്തൻ ഇന്നലെ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ചാടിക്കയറി അവസാനം എൻ്റെ കസേരയിൽ അവനിരിക്കുക. പിന്നെ ഞാൻ മാസം എന്തെങ്കിലും ചിലവിന് വേണമെങ്കിൽ ഓൻ്റെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ തലയുറഞ്ഞിട്ട് ഇരക്കുക. ഞാൻ ഫോൺ വിളിച്ചിട്ട് അവനോട് പൈസ ചോദിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും പുറത്തുനിന്ന് കേട്ടാൽ നിങ്ങൾ വിചാരിക്കുക ഞാൻ ഓനോട് സക്കാത്ത് ചോദിക്കുകയാണെന്ന് വിചാരിക്കുക. അല്ല, സക്കാത്തല്ല. ലക്ഷവും കോടികളും അവൻ വാങ്ങിയിട്ട് എന്നെ അങ്ങേയറ്റത്തെ അബദ്ധത്തിൽ കുടുക്കി, വഞ്ചനയിൽ കുടുക്കി, വാക്ക് പാലിച്ചില്ല. എന്നിട്ട് തരാനുള്ളതിന് ചോദിക്കുന്നത് കേൾക്കുമ്പോൾ, അവൻ്റെ വർത്താനം തിരിച്ച് കേൾക്കുമ്പോൾ നമ്മളെന്താ വിചാരിക്കാമെന്നറിയോ? നമ്മൾ അവനോട് ചക്കാത്ത് ചോദിക്കാൻ പോയതിലുണ്ടാവുക. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇത്ര ശക്തമായ ഭാഷയിൽ കാംബസാറിൽ നിന്ന് പറയുന്നത് ഇതൊരു ബാസാറാണ്, കാംബസാറാണ്. മുസ്ലിമീങ്ങൾ അധികമായി കച്ചവടം ചെയ്യുന്ന ഏരിയയാണ്. മുസ്ലിമീങ്ങളുടെ കച്ചവടം എത്രത്തോളം സത്യസന്ധമാവുമോ അത്രത്തോളം നമ്മുടെ സമൂഹം നന്നാവും. മുസ്ലിമീങ്ങളുടെ ഇടപാട് എത്രത്തോളം സത്യസന്ധവും അമാനത്തുള്ളതുമാവുമോ അത്രത്തോളം നമ്മുടെ സമൂഹം നന്നാവും. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുകയാണ്, ദുബൈയിലും കുവൈത്തിലും സൗദിയിലും മറ്റ് മുസ്ലിം രാഷ്ട്രങ്ങളിലും ഇവിടുന്ന് പോയ നമ്മുടെ സാധുക്കളായ സഹോദരങ്ങൾ അന്നം തേടുകയാണ്. നമ്മുടെ ഒക്കെ ഈ വരുമാനവും നമ്മുടെ ഒക്കെ ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങളും ബിൽഡിങ്ങുകളും അവിടുത്തെ ദിർഹം ദീനാറുകളും ഒക്കെയാണ്. ഒരു പക്ഷേ അവിടെ വീണുകൊണ്ടിരിക്കുന്ന ഈ അപകടങ്ങളുടെ തീമഴ നമ്മൾ കാട്ടിക്കൂട്ടുന്ന ഈ ചെറിയ വൃത്തികേടുകളുടെ അനന്തരഫലമാകുമെന്നതിൽ ആരും സംശയിക്കണ്ട. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. മനസ്സിലാകാൻ കുറച്ച് പണിയാണ്, കുറച്ച് പ്രയാസമാണ്. ഞാൻ ഈ പറഞ്ഞ സാധുവായ മനുഷ്യനെ അരികിലേക്ക് മാറ്റി നിർത്തിയിട്ട് എന്തിനാ അവൻ്റെ ഒപ്പം ഇങ്ങനെ നിങ്ങൾ പഴയ ചെയ്യുന്നത് പോലെ ചെയ്ത് പോയാൽ പോരായിരുന്നു, ഉള്ളത് കൊണ്ട് പടച്ചോ ബർക്കത്ത് തരൂലേ എന്ന് ചോദിച്ചു. ഇയാൾ കരഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ എങ്ങനെ അവനെ വിശ്വസിക്കാണ്ടിരിക്കുക?
വീണുപോയതല്ലേ, എങ്ങനെയാ വിശ്വസിക്കാണ്ടിരിക്കുക? വീണുപോയതല്ലേ. അവന് എൻ്റെ വീട്ടിൽ വന്നിട്ട് ആദ്യം സംസാരിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചായയും കടിയെല്ലാം കൊണ്ട് കൊടുക്കൂലേ? ചായയും കൊണ്ട് കൊടുത്ത് കടിയും കൊണ്ട് കൊടുത്ത് കുറച്ച് നേരം സംസാരത്തിൻ്റെ ഇടയിൽ ഇയാൾ കടി കഴിച്ചിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസ് ഇങ്ങനെ എടുക്കുമ്പോൾ എന്നോട് ചോദിക്കും, ഏയ് ഡാഷ് ഇക്കാക്ക, പേര് പറഞ്ഞാൽ ഞങ്ങൾ അറിഞ്ഞു പോകുമല്ലോ, അതുകൊണ്ട് ഡാഷ് ഇക്കാക്ക ഈ ചായ ഞാൻ കുടിച്ചോട്ടെ? ചായ കുടിച്ചോട്ടെ? നിങ്ങൾക്ക് കുടിക്കാനല്ലേ? അല്ല, നിങ്ങളുടെ അനുവാദമില്ലാതെ ഈ ചായ കുടിക്കാൻ പാടില്ലല്ലോ, നിങ്ങളുടെ പൊരുത്തം വേണ്ടേ? എന്താ ശരിക്കും? അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ. പ്രസംഗിക്കാൻ മാത്രമല്ലേ നിങ്ങൾ എന്നെ ക്ഷണിച്ചിട്ടുള്ളൂ, അടിക്കാൻ ക്ഷണിച്ചിട്ടില്ല. അഥവാ അടിക്കാനായിരുന്നു നിങ്ങൾ ക്ഷണിച്ചിരുന്നെങ്കിൽ ഞാൻ നന്നായോ അടിക്കുമായിരുന്നു. അത്രയ്ക്കും ദേഷ്യമുണ്ട്. കാരണം ഈ സമുദായം എവിടെ എത്തി നിൽക്കുന്നു ഞങ്ങൾ പറയുക. ഇത് എവിടുന്നാ പറഞ്ഞു? നിങ്ങൾ അതോടെ പറഞ്ഞേക്കാം. ദാ ഈ കാണുന്ന കാമസാറിൻ്റെ ഈ ഡോറിൽ ചാരി നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ എന്നോട് പറഞ്ഞ വാക്കാണിത്. എങ്ങനെ ഞാൻ വിശ്വസിക്കാതിരിക്കും? എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞ സഹോദര, നിങ്ങൾ പാവമായതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവൻ അങ്ങേയറ്റത്തെ തരികടയാണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവല്ലേ ഈ കാണിക്കുന്ന വൃത്തികേട് അല്ലേ? പാവം, നിങ്ങൾ സാധുവായതുകൊണ്ടല്ലേ? നിനക്ക് കുടിക്കാനല്ലേ ഞാൻ ചായ കൊണ്ട് തന്നത്? നിനക്ക് തിന്നാനല്ലേ ഞാൻ കടി കൊണ്ട് തന്നത്? അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പം ഈ ചായ പൊരുത്തത്തോടു കൂടി ഞാൻ ചോദിച്ചിട്ടെടുത്ത് കുടിക്കും, ഉള്ളിൽ കിടക്കുന്ന മറ്റേത് ഞാൻ ഇങ്ങനെ അടിക്കും. ഏത്? ബാക്കിൽ കിടക്കുന്നതും പാവം ഇത്രയും കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തും ഞാൻ ഇങ്ങനെ അടിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മുടെ സമുദായത്തിൻ്റെ കച്ച കപട മേഖലകൾ ഇങ്ങനെ ഓരോ ദിവസവും മോശമായി പോയിക്കൊണ്ടിരിക്കുക. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ തുറന്നു പറയുന്നു, നമ്മൾ എത്ര നിസ്കരിച്ചാലും, എത്ര നോമ്പെടുത്താലും, എത്ര സദഖ സക്കാത്തുകൾ കൊടുത്താലും, നമ്മുടെ ഇടപാടുകൾ നന്നാകാതെ, കച്ചവട കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്താതെ, സത്യസന്ധതയില്ലാതെ, അമാനത്ത് പൂർത്തീകരിക്കാതെ പടച്ചവൻ്റെ മുമ്പിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല. അതായത് ഖുർആനായ തോതിയത്, ഇന്ന് ആ പാവപ്പെട്ടവനെ നിന്റെ വേഷവും കോലവും വർത്താനവും ഒക്കെ പറഞ്ഞിട്ട് പറ്റിക്കാൻ നിനക്ക് സാധിച്ചെന്ന് വരും. പറ്റിച്ചെടുത്ത ഈ ചില്ലിക്കാശ് എത്ര ചെറുതാണെങ്കിലും ഖിയാമത്തിൻ്റെ ദിവസത്തിൽ അത് മുഴുവൻ പടച്ചവും കൊണ്ടുവരും. അത് ആണപ്പൈ നമ്മൾ പറയുന്നില്ലേ, ആണപ്പൈ വിടാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് പകരം ചോദിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയാണ്. അള്ളാഹ് വിടൂല. സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. ഇവിടെ ഇങ്ങനത്തെ പല പാവങ്ങളും, പടച്ചവനെ ഞാൻ ചോര നീരാക്കി ഉണ്ടാക്കിയതാണ്, ഞാൻ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്, പടച്ചവനെ ഞാൻ തിന്നാണ്ടും കുടിക്കാണ്ടും അവിടെ പട്ടിണി കിടന്നുണ്ടാക്കിയതാണ്, എൻ്റെ സുഹൃത്തുക്കളെല്ലാം എല്ലാ ദിവസവും ബ്രോസ്റ്റർ കഴിക്കുമ്പോൾ, എല്ലാ ദിവസവും ഷവർമയും ഷവായും കഴിക്കുമ്പോൾ, എല്ലാ ദിവസവും ഷെയ്ക്ക് കുടിക്കുമ്പോൾ ഞാൻ അതിനൊന്നും പോകാതെ ആരാൻ്റെ കാറ് കഴുകിയിട്ട്, ആരാൻ്റെ ഓഫീസ് വൃത്തിയാക്കിയിട്ട്, ഓവർ ടൈം ചെയ്തിട്ട്, ചുമടെടുത്തിട്ട് ഞാൻ ഉണ്ടാക്കിയ പൈസയാണ്. ആ നാറി ആ പൈസ അങ്ങനല്ലേ, ആ നാറി എന്തെല്ലാം പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്നും ആ പൈസ പിടുങ്ങി. ഇന്ന് ഞാൻ സാധുവായി, പാവമായി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരും അങ്ങനെ ഞെളിഞ്ഞു നടക്കരുത്. അള്ളാഹു നമുക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനും തിരുത്താനും ഒക്കെ തൗഫീഖ് തരുമാറാകട്ടെ. സത്യസന്ധതയോടുകൂടി ജീവിക്കണം. അതിൻ്റെ പേരിൽ എത്ര നഷ്ടം വന്നാലും സാരമില്ല, സമ്പാദ്യം കുറഞ്ഞാലും സാരമില്ല. ചിലപ്പോൾ നമ്മൾ മറ്റവനെ പോലെ വലിയ വീടും പുരയൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും സാരമില്ല. സമാധാനത്തോടെ സ്വസ്ഥമായ നിലയിൽ ഉള്ളതുകൊണ്ട് ഒതുങ്ങി ജീവിച്ച് കഴിഞ്ഞുകൂടാൻ സാധിക്കുമെങ്കിൽ അതാണ് ഖൈർ. അള്ളാഹു നമുക്ക് ആ സമാധാനത്തിൻ്റെ ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തെ അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. മരണം വരെയും ഈ നല്ല മാർഗത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ എൻ്റെ വർത്തമാനത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വേദനയോ വിഷമോ വന്നുപോയെങ്കിൽ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ക്ഷമിക്കണം. ഞാൻ അങ്ങനെ ചിലപ്പം വികാരഭരിതനായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയോ എന്ന് എനിക്കറിയില്ല. പറയുന്നതൊക്കെ ആത്മാർത്ഥമായിട്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ പറഞ്ഞാക്ക് പ്രവർത്തിക്കാനുള്ള സൗഭാഗ്യം കൊടുത്ത് സന്തോഷിപ്പിക്കുമാറാകട്ടെ. വെറും പറച്ചിലിന് വിപരീതമായ ജീവിതവും ആയതുകൊണ്ടാണ് ഇപ്പോഴത്തെ പറച്ചിലൊന്നും എവിടെയും കൊള്ളാതെ പോകുന്നത്. എവിടെയും ഏശുന്നില്ലല്ലോ. ഇങ്ങനെ പറച്ചിൽ ഇതിനകത്ത് റെക്കോർഡ് ചെയ്തിട്ട് നാട്ടുകാർക്കൊക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ അയച്ചു കൊടുക്കുകയാണ്, സോഷ്യൽ മീഡിയയിലാണ്. അവനവൻ്റെ മനസ്സിൽ എവിടെയും വരുന്നില്ല. അതുകൊണ്ട് മനസ്സിൽ വരണം, ജീവിതത്തിൽ വരണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിലും ജീവിതത്തിലുമൊക്കെ ഇതിൻ്റെ അസറുകൾ ഉണ്ടാക്കി നമ്മളെ സന്തോഷിപ്പിക്കുമാറാകട്ടെ. വ ആഖിറു